വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 31 മുതൽ 37 വരെയുള്ള വചനങ്ങൾ. യേശുവിൻ്റെ പാർശ്വം പിളർക്കപ്പെടുന്നു. അത് സാബത്തിനുള്ള ഒരുക്കത്തിൻ്റെ ദിവസമായിരുന്നു. ആ സാബത്ത് ഒരു വലിയ ദിവസമായിരുന്നു. സാബത്തിൽ ശരീരങ്ങൾ കുരിശിൽ കിടക്കാതിരിക്കാൻ വേണ്ടി അവരുടെ കാലുകൾ തകർക്കാനും അവരെ നീക്കം ചെയ്യാനും യഹൂദർ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു. അതിനാൽ പടയാളികൾ വന്ന് അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരുന്ന 2 പേരുടെയും കാലുകൾ തകർത്തു. അവർ യേശുവിനെ സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞു എന്നു കാണുകയാൽ അവൻ്റെ കാലുകൾ തകർത്തില്ല. എന്നാൽ പടയാളികൾ ഒരുവൻ അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി. ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവൻ്റെ സാക്ഷ്യം സത്യവുമാണ്. നിങ്ങളും വിശ്വസിക്കേണ്ടതിന് താൻ സത്യമാണ് പറയുന്നതെന്ന് അവൻ അറിയുകയും ചെയ്യുന്നു. അവൻ്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല എന്ന് തിരുവെഴുത്ത് പൂർത്തിയാക്കാൻ വേണ്ടിയാണ് ഇത് സംഭവിച്ചത്. മറ്റൊരു തിരുവെഴുത്ത് പറയുന്നു, തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കും. ഏറ്റവും സ്നേഹമുള്ള വൈദികരെ, സിസ്റ്റേഴ്സെ, മാതാപിതാക്കളെ, യുവജനങ്ങളെ, കൊച്ചു കുഞ്ഞുങ്ങളെ, ഈശോയുടെ തിരുഹൃദയത്തിന് പ്രത്യേകം പ്രതിഷ്ഠിക്കപ്പെട്ട മാസമാണ് ജൂൺ മാസം. യേശുവിൻ്റെ തിരുഹൃദയ പെരുന്നാൾ ആഘോഷിക്കുന്നത് ജൂൺ 7-ാം തീയതിയാണ്. അത് വെള്ളിയാഴ്ചയാണ്. അതിനുശേഷം ശനിയാഴ്ച ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുന്നത് ഈ വർഷം ജൂൺ 7-ാം തീയതിയാണ്. ഈശോയുടെ തിരുഹൃദയ പെരുന്നാളിനു ശേഷം വരുന്നതാണ് വിമല ഹൃദയ മാതാവിൻ്റെ പെരുന്നാൾ. അത് ശനിയാഴ്ചയാണ്. ഈ ഞായറാഴ്ച സഭ മുഴുവനും ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ചാണ് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ജൂൺ 6-ാം തീയതി വ്യാഴാഴ്ച, അതായത് ഞാൻ ഈ പ്രസംഗം പറയുന്നത് വ്യാഴാഴ്ചയാണ്, രാവിലെ കൊച്ചു കുട്ടികൾക്ക് വേണ്ടി എനിക്കൊരു കുർബാനയും ചെറിയ സന്ദേശവും ഉണ്ടായിരുന്നു. ആ അവസരത്തിൽ വായിച്ച സുവിശേഷ ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. ഈ വായിച്ചു കേട്ട സുവിശേഷത്തിൽ നമ്മെ വളരെയധികം സ്പർശിക്കുന്ന ഒരു വചനമുണ്ട്. ഈശോയുടെ പാർശ്വത്തിൽ പടയാളികൾ കുന്തം കൊണ്ട് കുത്തി. ഉടനെ രക്തവും വെള്ളവും ഒഴുകി. കണ്ടയാൾ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. ഏറ്റവും പ്രിയമുള്ളവരെ, സീറോ മലബാർ കുർബാനയിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന അവസരത്തിൽ അപ്പവും വീഞ്ഞും ഒരുക്കുന്ന നിമിഷമുണ്ട്. വൈദികൻ ആ കാസയിലേക്ക് തിരുരക്തം ഒഴിക്കുന്നു. ഈശോയുടെ തിരുരക്തം കാസയിൽ ഒഴിക്കപ്പെടുന്നു എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ഏതാനും തുള്ളി വെള്ളമെടുത്ത് ഈ കാസയിലേക്ക് ഒഴിക്കുമ്പോൾ ഒരു പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. പടയാളികൾ ഒരുവൻ കുന്തം കൊണ്ട് കുത്തി. ഉടനെ രക്തവും വെള്ളവും ഒഴുകി. കണ്ടയാൾ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. ആ സാക്ഷ്യം സത്യവുമാണ്. ഈ വചനം കേൾക്കുന്ന എല്ലാ വൈദികരും തന്നെ, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയില് ആ കാസയും പീലാസയും ഒരുക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഇതാണ്. ഞാൻ എന്നും കുർബാന അർപ്പിക്കുന്ന അവസരത്തിൽ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ, എൻ്റെ ഹൃദയം, എൻ്റെ ഭവനത്തില് കരിയൊക്കെ പിടിച്ച് പുക നിറഞ്ഞ ഈറ്റേല കൊണ്ട് മേഞ്ഞ ഒരു വീടുണ്ടായിരുന്നു ഞങ്ങൾക്ക്. ആ വീട്ടിലാണ് കുഞ്ഞായിരിക്കുമ്പോൾ കുട്ടമ്പുഴയില് ഞങ്ങൾ താമസിച്ചിരുന്നത്. അവിടെ ആർക്കും ഓടിന്റെ വീടൊന്നുമില്ല. 1961 അപ്പോൾ അവിടെ പുക നിറഞ്ഞിരിക്കുന്ന ആ വീടില് ഈശോയുടെ ഒരു തിരുഹൃദയത്തിന്റെ രൂപമുണ്ട്. എവിടെ ചെന്നാലും പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് പുകയുടെ ഇടയിൽ ഒളിച്ചിരിക്കുന്ന യേശുവിനെയാണ്. 16-ാമത്തെ വയസ്സിൽ ഞാൻ സെന്റ് ജോസഫ് പോസ്റ്റൽസ് ഹോമിൽ ചേർന്നു. CMI സഭയിൽ ചേരാനായിട്ട്
അവിടെ 3 വർഷത്തോളം ഞങ്ങൾ പഠിച്ചു. എല്ലാ ദിവസവും തിരുഹൃദയ പ്രോവിൻസ് എന്നാണ് ആ പ്രോവിൻസ് അറിയപ്പെടുന്നത്. സേക്രഡ് ഹാർട്ട് പ്രോവിൻസ് കളമശ്ശേരി എന്നാണ്. ആ ദേവാലയത്തിലേക്ക്, ആ പ്രൊവിൻഷ്യൽ ഹൗസിലുള്ള ദേവാലയത്തിലേക്ക് ചെല്ലും. വെള്ള ഷർട്ടും വെള്ള മുണ്ടുമൊക്കെ ഉടുത്ത് അവിടെ ചെല്ലുമ്പോൾ അവിടെ മനോഹരമായ ഈശോയുടെ തിരുഹൃദയത്തിന്റെ ഒരു രൂപമുണ്ട്. ആ തിരുഹൃദയത്തിലേക്ക് നോക്കിക്കൊണ്ട് മാർഗ്രറ്റ് മേരി ഹലക്കോക്ക് നിൽക്കുന്നത് എപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. അവിടെ അൽത്താര എന്ന് പറയുന്നത് യേശുവിന്റെ 2 കരങ്ങള്, ആ കരങ്ങളുടെ മുകളില് ഓസ്തിയുടെ രൂപത്തിൽ വട്ടത്തില് ഒരു കല്ല് വെച്ചിട്ടുണ്ട്. ആ കല്ലിലാണ് പരിശുദ്ധ കുർബാന അർപ്പിച്ചിരുന്നത്. ആ പടം ഇതാണ്. ഈശോ മാർഗ്രറ്റ് മേരി ഹലക്കോക്കിനെ നോക്കുന്നു. ഈശോയുടെ ഹൃദയം നമുക്ക് അവിടെ കാണാം. ഈ പടത്തിന്റെ ഈ അടിയിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഹാർട്ട് ടു ഹാർട്ട്, എ സൈലന്റ് കോൺവെർസേഷൻ. ഹൃദയത്തോട് ഹൃദയം സംസാരിക്കുന്നു നിശബ്ദതയില്. എസ്തപ്പാനോസിനെ കല്ലെറിയുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ട് കണ്ണുകൾ ഉയർത്തി എസ്തപ്പാനോസ് പ്രാർത്ഥിക്കുന്നുണ്ട്, പിതാവ് ഈ പാപം ഇവരുടെ മേൽ ചുമത്തരുതേ എന്ന് പറഞ്ഞ് പ്രഥമ രക്തസാക്ഷിയായി എസ്തപ്പാനോസ് തീരുകയാണ്. യേശുവിനെ അനുഗമിച്ച, യേശുവിനെ അറിഞ്ഞ എസ്തപ്പാനോസ് സഭയിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ്. ഇത് ഒരു വെളിപ്പെടുത്തലാണ്. ഇത് ഒരു മിസ്റ്റിസിസമാണ്. ഹാർട്ട് ടു ഹാർട്ട് കോൺവെർസേഷൻ വിത്ത് ദ ഫാദർ. At the same time he has the conversation with Jesus Christ. ഇവിടെ മാർഗ്രറ്റ് മേരി ഹലക്കോക്കും ഈശോയും തമ്മിലുള്ള ഒരു വെളിപ്പെടുത്തൽ നടക്കുകയാണ്. ഈ വെളിപ്പെടുത്തലിനെ മിസ്റ്റിസിസം എന്ന് പറയും. വളരെ അപൂർവമായിട്ടാണ് ഈ മിസ്റ്റിസിസം ലഭിക്കാറുള്ളത്. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയ്ക്ക് എസ് സന്യാസ സഭ സ്ഥാപിച്ച, ഈശോ സഭ സ്ഥാപിച്ച ആ വിശുദ്ധന് ബാബിലോണിയയിലെ യുദ്ധത്തിൽ മുറിവേറ്റ് കിടക്കുമ്പോൾ 2 പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്. ലൈഫ് ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ലൈഫ് ഓഫ് സെയിൻസ്. കുരിശിലെ ദാരിദ്ര്യവും കണ്ടുകൊണ്ട് യേശുവിന്റെ മകനായി തീർന്ന ഇന്ന് ലോകം മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന സന്യാസ സഭയാണ്. ഈ ഇഗ്നേഷ്യസ് ലയോളയ്ക്ക് ലാ സോർട്ട എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഈശോ വെളിപ്പെടുത്തുകയാണ് തൃത്വൈക ദൈവ അനുഭവ, എ മിസ്റ്റിസിസം. തൃത്വൈക ദൈവ അനുഭവമാണ് മിസ്റ്റിസിസം എന്ന് പറയുന്നത്. ഇത് എല്ലാവർക്കും ലഭിക്കുന്നതല്ല, ഇത് തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ ഈശോയുടെ വെളിപ്പെടുത്തല് ഇവിടെ മാർഗ്രറ്റ് മേരി ഹലക്കോക്കിന് ലഭിക്കുകയാണ്. ഇറ്റ് ഈസ് എ മിസ്റ്റിസിസം. എല്ലാവർക്കും ഉള്ളതല്ല, തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്കുള്ളതാണ്. ഇതിൽ പ്രത്യേകമായിട്ടൊന്നുമില്ല. മാരക പാപത്തോടു കൂടി നിലനിൽക്കുകയില്ല. ഇങ്ങനെ ഒരനുഭവം മാർഗ്രറ്റ് മേരി ഹലക്കോക്കിന് ലഭിച്ചതാണ് ഈശോയുടെ തിരുഹൃദയത്തിന് പ്രധാനമായി കാരണമായി തീർന്നത്. യഥാർത്ഥത്തിൽ അതല്ല. ബൈബിളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ഈശോയുടെ ഹൃദയം കുത്തിത്തുറക്കപ്പെട്ട നിമിഷമാണ്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് സംസാരിക്കാം. ഇവിടെ എഴുതിയിരിക്കുന്നൊന്ന് വായിക്കുകയാണ്. ഇത് ഒരു ഓയിൽ ക്യാൻവാസ് ആണ്. സേക്രഡ് ഹാർട്ട് ചർച്ചില്, സേക്രഡ് ഹാർട്ട് പ്രോവിൻസിലുള്ള പള്ളിയില് വെച്ചിരിക്കുന്നതാണ്. അസ്പെറൻസിൽ 3 വർഷവും പിന്നീട് കോളേജ് പഠനം കഴിഞ്ഞ് 1 വർഷവും ഈശോയുടെ ഈ തിരുഹൃദയത്തിന് മുമ്പില് മണിക്കൂറുകൾ ഞാൻ ചിലവഴിച്ചിട്ടുണ്ട്. ഈ തിരുഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ പ്രിയമുള്ളവരെ, CMI സഭയില് വിശുദ്ധനെന്ന് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ലേത്തൂസ് അച്ഛൻ ഈശോയുടെ തിരുഹൃദയത്തെ കുറിച്ച് ഞങ്ങളെ പഠിപ്പിച്ചതെല്ലാം എന്റെ മനസ്സിന്റെ ആഴിയില് തിളച്ചു വരുന്നുണ്ട്. അത്രമാത്രം വലിയൊരു ഭക്തനായിരുന്നു, ഈശോയുടെ തിരുഹൃദയ ഭക്തനായിരുന്നു ലേത്തൂസ് അച്ഛൻ. അതുകൊണ്ടായിരിക്കാം എനിക്ക് ഈശോയുടെ തിരുഹൃദയത്തോട് വളരെ ഭക്തി ഉണ്ടാകുവാനും രോഗികൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോൾ സുഖപ്പെടുവാനും നല്ല വചന പ്രഘോഷണം ലഭിക്കാനും ഇടയായത്. ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈശോയുടെ തിരുഹൃദയത്തെ കുറിച്ച് നിങ്ങൾ മറ്റുള്ളവർക്ക് ഈ പ്രസംഗം പ്രദാനം ചെയ്യുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലേക്ക് കർത്താവ് കടന്നു വരുന്ന ഒരു അനുഭവം നിങ്ങൾക്ക് ലഭിക്കും. ഈ ചിത്രത്തിൽ എഴുതിയിരിക്കുകയാണ്, This is the centerpiece on the altar of the Provincial House Chapel of the Sacred Heart Province of the Carmelites of Mary Immaculate, India. The chapel was built in 1964 in honor of the Second Vatican Council, 1962-1965. The painting
immortalizes the heart-to-heart conversation between Jesus and Margaret Mary Alacoque, 1647 to 1690. A French nun and a mystic, Margaret Mary developed a great devotion to the Blessed Sacrament during her early childhood. During her early adulthood, Jesus rewarded her with a revelation of his heart on fire, surrounded by a crown of thorns, as the symbol of his love for humanity. After repeated visions, Margaret Mary embarked on a mission to establish devotion to the Sacred Heart. 75 years after her death, Pope Clement XIII officially approved the devotion in 1765. ഈ ചിത്രം അവിടെ വരയ്ക്കുവാനും അവിടെ ഇൻസ്റ്റോൾ ചെയ്യാനും ഇടയായത് ഫ്രാൻസിസ് സെയിൽസ് എന്ന് പറയുന്ന CMI സഭയിൽ ഉണ്ടായിരുന്ന വലിയൊരു വൈദികനാണ്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലം 1904 to 1984 ഈ കാലഘട്ടങ്ങളിൽ സെന്റ് ജോസഫ് പോസ്റ്റൻസ് ഹോമിൽ 3 വർഷം താമസിക്കുകയും +2 പഠിക്കുകയും തുടർന്ന് കോളേജ് പഠനം കഴിഞ്ഞ് ഈ പ്രൊവിൻസിലായിരിക്കുകയും ചെയ്തു. വളരെയധികം അനുഭവങ്ങൾ ഈ ചിത്രത്തിലൂടെ ആയിരങ്ങൾക്ക് പതിനായിരങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരിക്കലും മനുഷ്യ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാത്ത ഈശോയുടെ ഈ തിരുഹൃദയ രൂപം നിങ്ങൾ വീടുകളിൽ വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. നിങ്ങളെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഏറ്റവും സ്നേഹമുള്ളവരെ, ഞാൻ പറഞ്ഞല്ലോ ജൂൺ 6-ാം തീയതി കൊച്ചു കുട്ടികൾക്ക് വേണ്ടി ഒരു കുർബാനയും ഒരു കൊച്ചു സന്ദേശവും നൽകണമെന്ന് സിസ്റ്റർ ജൂലി എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി. അപ്പോൾ രാവിലെ തന്നെ കുർബാന ചെല്ലാൻ ചെന്നു. കുഞ്ഞുങ്ങളെല്ലാവരും അണഞ്ഞിരിക്കുകയാണ്. സുന്ദരമായ കുഞ്ഞുങ്ങള്, മിടുക്കനും മിടുക്കിമാരുമായ കുഞ്ഞുങ്ങള്. ഈ അവസരത്തില് എൻ്റെ കയ്യില് ഈശോയുടെ ഈ തിരുഹൃദയത്തിൻ്റെ ചിത്രമുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളല്ലേ, അവരോട് വലിയ ആശയങ്ങളോ വലിയ തത്വങ്ങളോ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, അവർക്കത് ഉൾക്കൊള്ളാനും പറ്റില്ല. അപ്പൊ കൊച്ചു കുഞ്ഞുങ്ങളോട് ഞാൻ ചോദിച്ചു, കുഞ്ഞുങ്ങളെ ഇത് ആരുടെ പടമാണ്? അപ്പൊ കുഞ്ഞുങ്ങൾ പറഞ്ഞു ഈശോയുടെയാണ്. വീണ്ടും ഞാൻ ചോദിച്ചു, ഇത് ഏത് ഈശോയുടെയാ? അത് ഈശോയുടെ പടമാണ്. അവരുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഇത് ഈശോയാണ്. വീണ്ടും ചോദിച്ചു, ഇങ്ങനെ ഒരു പടമുള്ള കുട്ടികളൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. എല്ലാ കുട്ടികളും കൈകൾ പൊക്കി. ഇത് ആരുടെ പടമാണ്? അപ്പോൾ ഒരു കുട്ടി പറഞ്ഞു, ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ പടമാണ്. ഇത് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ പടമാണ്. ഈ തിരുഹൃദയത്തിൻ്റെ പടം വരുവാനായിട്ട് കാരണമായി തീർന്നത് 18-ാം നൂറ്റാണ്ടിലെ, ഞാൻ പറഞ്ഞല്ലോ, മാർഗരറ്റ് മേരി ഹലക്കോക്കിന് ഈശോ പ്രത്യക്ഷപ്പെട്ടതാണ്. ഈശോയുടെ നിർദ്ദേശപ്രകാരം, റെവലേഷൻ പ്രകാരം ആ ചിത്രം വരച്ചു. ആ ചിത്രമാണ്. അതുപോലെയല്ല ഈ ചിത്രം ഇരിക്കുന്നത്. കുറെയൊക്കെ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. മാർഗരറ്റ് മേരി ഹലക്കോക്ക് പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ റെവലേഷൻ ഉണ്ടായി, വെളിപ്പെടുത്തലുകൾ പല പ്രാവശ്യം ലഭിച്ചു. സിസ്റ്ററിന്റെ സുപ്പീരിയേഴ്സുമായി സംസാരിച്ചു. സുപ്പീരിയർ ഈശോ സഭാ വൈദികരുമായിട്ട് സംസാരിച്ചു. അങ്ങനെ ഈശോ സഭാ വൈദികനിലൂടെയാണ് ഈശോയുടെ ഈ തിരുഹൃദയത്തിന്റെ കാര്യങ്ങൾ കൂടുതലായി വെളിപ്പെട്ടതും. ഇന്ന് ലോകത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും ഈശോയുടെ തിരുഹൃദയത്തിന്റെ രൂപമുണ്ട്, പള്ളികളുണ്ട്, സന്യാസ സഭകളുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ തുടങ്ങിയ സേക്രഡ് ഹാർട്ട് സിസ്റ്റേഴ്സ്, SH സിസ്റ്റേഴ്സ് നമ്മുടെ നാട്ടിലെ എത്രയോ സ്ഥലങ്ങളിലാണ്, എത്രയോ രാജ്യങ്ങളിലാണ് അവർ സേവനം ചെയ്യുന്നത്. കുഞ്ഞുങ്ങളെ അടുത്ത് വിളിച്ചു. അതില് ഒരു കുട്ടി, ആൽഫി എന്നാണ് അവളുടെ പേര്. കാരണം എല്ലാ കുട്ടികളെയും കാണിച്ചു കൊടുത്തുകൊണ്ട് പറയാൻ പറ്റില്ല, എല്ലാ കുട്ടികളും കണ്ടോണ്ടിരിക്കുക. ഞാൻ അപ്പോൾ ഈ കൊച്ചിനോട് ചോദിച്ചു, ആൽഫി മോളെ,
ഈ പടത്തില് ഇവിടെ എന്താണ് നീ കാണുന്നത്? അപ്പോൾ കൊച്ചു പറഞ്ഞു, ഒരു കുരിശ് കാണുന്നു. വീണ്ടും കൊച്ചു പറഞ്ഞു, ഈശോയുടെ ഹൃദയത്തിന് ചുറ്റും ഒരു മുള്ളിന്റെ ഒരു ഇങ്ങനെ വട്ടത്തിലൊരു സംഗതിയുണ്ട്. മൂന്നാമത് കൊച്ചു പറഞ്ഞു, അത് ഈശോയുടെ ഹൃദയമാണ്. നാലാമത് കൊച്ചു പറഞ്ഞു, ഈശോയുടെ ഹൃദയത്തിൽ കത്തുന്ന തീയുണ്ട്. അഞ്ചാമത് കൊച്ചു പറഞ്ഞു, ഈശോയുടെ ഹൃദയത്തിൽ ഒരു മുറിവുണ്ട്. വീണ്ടും കൊച്ചു ആറാമത് പറയുകയാണ്, ഈശോയുടെ ചോര ഒഴുകുന്നുണ്ട്. കൊച്ചിന് രക്തമെന്നൊന്നും പറയാൻ അറിയില്ല, ചോര ഒഴുകുന്നുണ്ട്. ഇതാണ് കൊച്ചു പറഞ്ഞത്. അപ്പോ ആ കുഞ്ഞിനോട് ഈശോയുടെ തിരുഹൃദയത്തെ കുറിച്ച് കുഞ്ഞതായ രീതിയിൽ ഞാൻ ആ കുട്ടികളോട് പറഞ്ഞു, സ്നേഹമുള്ളവരെ, കുറഞ്ഞത് ഒരാഴ്ചയോളം ഞാൻ പ്രാർത്ഥിക്കുകയും പല ലേഖനങ്ങൾ വായിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഏതോ ഒരു ടോക്കിൽ നിങ്ങളോട് പറയുകയുണ്ടായി, വെള്ളം സൂചിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പടയാളികൾ ഒരുവൻ കുന്തം കൊണ്ട് കുത്തി, ഉടനെ രക്തവും വെള്ളവും ഒഴുകി. ഈശോയുടെ ഹൃദയത്തിൽ നിന്നും ഒഴുകുന്ന ആ വെള്ളത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ വെള്ളം പരിശുദ്ധാത്മാവാണെന്നാണ് 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ ആംബ്രോസ് പറയുന്നത്. വിശുദ്ധ ആംബ്രോസ് 6 പുസ്തകങ്ങൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച്, ദ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത് എഴുതിയിട്ടുണ്ട്. ഈ 6 പുസ്തകങ്ങളും ഞാൻ പല സമയങ്ങളിലായി വായിച്ചിട്ടുണ്ട്. ചിലതെല്ലാം ഗ്രീക്കില് അവിടെ ഇവിടെയും ഒക്കെ എഴുതിയിട്ടുണ്ട്. എന്നാലും അത് മനസ്സിലാകും. അവിടെ സൂചിപ്പിക്കുന്നത് വെള്ളം പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. അപ്പോൾ അവസാന നിമിഷം ഈശോയുടെ ഹൃദയം തുറക്കപ്പെടുമ്പോൾ, പ്രിയമുള്ളവരെ, പ്രിയ വൈദികരെ, നമ്മിലേക്ക് ഒഴുകിയിറങ്ങുന്നത് പരിശുദ്ധാത്മാവാണ്. ഈശോ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, സഹായകനായ പരിശുദ്ധാത്മാവിനെ നിങ്ങളിലേക്ക് അയക്കുകയല്ല, ഒഴുക്കുകയാണ് ചെയ്യുന്നത്. ആ ഹൃദയം തുറന്നുകൊണ്ട് ഒഴുകുകയാണ് ഈശോയുടെ ഹൃദയം. വേദനിക്കുന്ന എന്റെ ഹൃദയം കാണുവനെന്ന് മാർഗരറ്റ് മേരി ഹലക്കോക്കിനോട് പറഞ്ഞു. എന്തിനാണ് മാർഗരറ്റ് മേരി ഹലക്കോക്കിന്റെ ഹൃദയം വേദനിക്കാനായിട്ട് പറഞ്ഞത്? എന്തിനാണ് ഈശോയുടെ ഹൃദയം വേദനിക്കുന്നത്? ഒരുപക്ഷേ ഇന്ന് ഭൂമിയിൽ സംജാതമായിരിക്കുന്ന വളരെയധികം മോശമായ കാര്യങ്ങളായിരിക്കാം, യേശുവിൽ നിന്നും അകന്നു പോകുന്ന സമൂഹങ്ങളെ കണ്ടിട്ടായിരിക്കാം. ഏതായാലും വേദനിക്കുന്ന എന്റെ ഹൃദയം കാണുവിനെന്നാണ് പറയുന്നത്. നീയെങ്കിലും എന്നെ അല്പം ആശ്വസിപ്പിക്കൂ എന്ന് പറയുക. നീയെങ്കിലും. ഇതേ വചനം തന്നെയാണ് പ്രിയമുള്ള പുരോഹിതരെ, സന്യാസികളെ, യേശു നമ്മളോട് പറയുന്നത്. വേദനിക്കുന്ന എന്റെ ഹൃദയത്തെ സമാശ്വസിപ്പിക്കുക. നിങ്ങളുടെ ബലിയർപ്പണത്തിലൂടെ, നിങ്ങളുടെ യാമ പ്രാർത്ഥനകളിലൂടെ, നിങ്ങളുടെ കാഴ്ചകളിലൂടെ, പ്രാർത്ഥനയിലൂടെ വേദനിക്കുന്ന എന്റെ ഹൃദയം ആശ്വസിപ്പിക്കുവിൻ. വേദനിക്കുന്ന ഹൃദയം യേശുവിൻ്റെതാണ്. കാരണം അവിടുന്ന് മനുഷ്യനായി അവതരിപ്പിച്ചു ഈ ലോകത്തിൽ. വേദനിക്കുന്ന യേശുവിന്റെ ഹൃദയം. നമ്മുടെ മനസ്സ് ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് പോകാം. 1-ാം അധ്യായത്തിൽ പ്രാർത്ഥനാ നിമിത്തയായിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ അരികിലേക്ക് ദൈവദൂതൻ കടന്നു ചെല്ലുകയാണ്. മറിയമേ സ്വസ്തി എന്ന് പറഞ്ഞാണ് ചെല്ലുന്നത്. ഈ അഭിവാദനത്തിന്റെ അർത്ഥം എന്ത്? അവൾ ചിന്തിക്കുകയാണ്. അവളോട് പറയുകയാണ്, ദൈവപുത്രന്റെ അമ്മയാകുവാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പോൾ മറിയം ചോദിക്കുകയാണ്, ഇത് എങ്ങനെ സംഭവിക്കും? ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പോഴാണ് ഗബ്രിയേൽ ദൈവദൂതൻ മറിയത്തോട് പറയുകയാ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്നെ നിഴലിക്കും, ജനിക്കാൻ പോകുന്നവൻ എമ്മാനുവേൽ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അതേ ബത്ലഹേമില് കാലിത്തൊഴുത്തില് ഉണ്ണിയേശു പിറന്നു, എമ്മാനുവേൽ പിറന്നു. മാലാഖമാർ പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. കുഞ്ഞായിട്ട് പിറക്കുന്ന അവസരത്തിൽ യേശുവിനൊരു ഹൃദയമുണ്ട്. എത്രമാത്രമാണ് ആ കുഞ്ഞ്? ഞാൻ കൊച്ചു കുഞ്ഞുങ്ങളോട് ചോദിച്ചു, ആ ക്ലാസ്സിലിരിക്കുന്ന എന്റെ കുഞ്ഞുങ്ങളോട് ചോദിച്ചു. എന്നിട്ട് എന്റെ കൈ ചുരുട്ടിയിട്ട് പറഞ്ഞു, മക്കളെ, ഇത്രയുമുണ്ട് എന്റെ ഹൃദയം. മക്കളോട് കൈ ചുരുട്ടി പിടിക്കാൻ പറഞ്ഞു. അവരുടെ കുഞ്ഞി കൈകൾ കാണിച്ചു. ഇത്രയുമുള്ള ഒരു ഹൃദയം. ഈ ഹൃദയം ആരാണ് നൽകിയത്? യേശുവിന്.
ആരു നൽകിയ ഹൃദയമാണ് യേശുവിന്? ജൂൺ 8-ാം തീയതി മാതാവിന്റെ വിമല ഹൃദയ തിരുനാളാണ്. 7-ാം തീയതി വെള്ളിയാഴ്ച ഈശോയുടെ തിരുഹൃദയത്തിന്റെ തിരുനാളാണ്. യേശുവിന് ഈ ഹൃദയം ആരു നൽകി? മറിയത്തിന്റെ ഗർഭപാത്രത്തിൽ രൂപമെടുത്ത യേശു പരിശുദ്ധാത്മാവിനാലാണ്. അപ്പൊ പരിശുദ്ധാത്മാവും മറിയത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു. അവളുടെ ഉദരത്തില് ഒരു കുഞ്ഞ് ജനിച്ചു. ഈ വചനം കേൾക്കുന്ന നമ്മളെല്ലാവരും ജനിച്ചത് ഉദരത്തിലാണ്. അപ്പനിൽ നിന്ന് വരുന്ന ഒരു ബീജവും അമ്മയിൽ നിന്നുള്ള ഒരു അണ്ഡവും ചേർന്നാണ് ജനിച്ചത്. മറിയത്തിൽ നിന്ന് ഒരു അണ്ഡവും പരിശുദ്ധാത്മാവും പ്രവർത്തിച്ചപ്പോൾ അത് കുഞ്ഞായി മാറി, യേശുവിന്റെ ഹൃദയമായി മാറി. സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവ് ഇങ്ങനെ പ്രവർത്തിക്കൂ? എന്റെ ഒരു ചിന്തയാ. എന്റെ സ്നേഹിതയായ ഒരു ടീച്ചറുണ്ട്. ടീച്ചറിന് 53 വയസ്സായി. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഞാൻ സേവനം ചെയ്തിരുന്ന CMI നിർമ്മൽ ഗ്രാം റിട്രീറ്റ് സെന്ററിൽ 14 വർഷം അവിടെ ഉണ്ട്. അവിടെ ആയിരിക്കുമ്പോൾ ഒരു വ്യക്തി വന്ന് എന്നെ ഒത്തിരി സഹായിക്കും. ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കും, മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കും. അവർക്ക് കുഞ്ഞില്ല. എല്ലായ്പ്പോഴും ആ ടീച്ചറിനോട് ഞാൻ പറയും, ദൈവം തരും മകളെ, ദൈവം തരും മകളെ, ദൈവം തരുമെന്ന് പറഞ്ഞ് വർഷങ്ങളോളം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാ. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എലീശ്വായുടെ ജീവിതത്തിൽ പറയുന്നുണ്ടല്ലോ, പ്രായം കവിഞ്ഞവളാണ്. പ്രായം കവിഞ്ഞ എല്ലാ കാര്യങ്ങളും നിന്ന ഈ ടീച്ചറില് 6 മാസം കഴിഞ്ഞപ്പോൾ ഒരു വയറ്റുവേദനയോ എന്തെയോ അസ്വസ്ഥതയോ വെച്ച് ചെന്ന് ഡോക്ടർ പരിശോധിക്കുമ്പോൾ 6 മാസമുള്ള ഒരു കുഞ്ഞ് അവളുടെ ഉദരത്തിൽ വളർന്നു വന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണിത്. ബീജത്തിന്റെ കൗണ്ട് കുറവാണെങ്കിലും ദൈവത്തിന് ഇടപെടാനായിട്ടൊരു നിമിഷം മതി. പരിശുദ്ധാത്മാവിന് ഇടപെടാനായിട്ടൊരു നിമിഷം മതി. ഈ വചനം കേൾക്കുന്ന നിങ്ങളിൽ പലരും മക്കളില്ലാത്തവരായിരിക്കാം. മക്കളില്ലാത്ത പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് പ്രത്യേകമായിട്ട് ഈശോയുടെ തിരുഹൃദയത്തിന്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് നിങ്ങളുടെ ഉദരമൊക്കെ കാണിച്ചു കൊടുത്തിട്ട്, ശൂന്യമായ ഉദരം കാണിച്ചു കൊടുത്തിട്ട് ഈശോയോട് പറയണം, ഈശോയെ, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല, കല്യാണം കഴിഞ്ഞിട്ട് 8 വർഷമായിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഈ അവസരത്തില് 8 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്ന ദമ്പതിമാരുടെ ഗർഭപാത്രത്തിലേക്ക് പരിശുദ്ധാത്മാവിനാൽ, ഭർത്താവിനാൽ കർത്താവെ ഇടപെടുന്നതിന് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളെ ബോധ്യപ്പെടുത്തും. യേശുവേ, അങ്ങയുടെ ഹൃദയം കുത്തി തുറക്കപ്പെട്ടപ്പോൾ ഒഴുകിയിറങ്ങിയ ആ ജലം, ആ തിരുരക്തം മക്കളില്ലാത്ത ദമ്പതിമാരിലേക്ക് ഇറങ്ങി വരട്ടെ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറഞ്ഞ് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ദൈവം ഇടപെടുന്ന 1000 അനുഭവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ജലം പരിശുദ്ധാത്മാവിനെയാണ് സൂചിപ്പിക്കുന്നത്. കുടുംബജീവിതം നയിക്കുന്ന എല്ലാവർക്കും അറിയാം അച്ഛൻ എന്താണ് വിവക്ഷിച്ചത് എന്ന്. ആത്മാവ് കടന്നു വരും. എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവ് കടന്നു വരും. യേശുവിന്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന ആ തിരുരക്തം കടന്നു വന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ആത്മാവിൽ പ്രവർത്തിക്കും. യേശുവേ നന്ദി, യേശുവേ ആരാധന എന്ന സ്തുതിപ്പിന്റെ പ്രാർത്ഥനകളിൽ ദൈവം ഇറങ്ങി വരുന്നത് ധാരാളമായി ഞാൻ കണ്ടിട്ടുണ്ട്. ആ കൊച്ചു കുഞ്ഞ് പറഞ്ഞില്ലേ, യേശുവിന്റെ ഹൃദയത്തിൽ ഒരു മുറിവുണ്ട്. യേശുവിന്റെ ഹൃദയത്തിൽ ഒരു മുറിവുണ്ട്. രണ്ടാമത് കാണുന്നതാ. ഈ പടം എടുത്തിട്ട് ഞാൻ ഈ കുഞ്ഞു മക്കളോട് ചോദിച്ചു, യേശുവിന്റെ ഹൃദയം ഉള്ളിലാണോ പുറത്താണോ? യേശുവിന്റെ ഹൃദയം ഉള്ളിലാണോ പുറത്താണോ? നീസാൻ മാസം 15-ാം തീയതി യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നില്ലേ, വളരെയധികം പീഡകൾ സഹിച്ച് ചമ്മട്ടിയുടെ അടികളേറ്റ് കഴുത്തില് കുറുകെ വലിയൊരു തടിയും വെച്ചുകൊണ്ട് യേശു മന്നം അതാ വീണ് അടികളേറ്റ് കണ്ണും പിരികമെല്ലാം കരിവാളിച്ച് ശരീരം മുഴുവനും മുറിവുകളേറ്റ ഒരു മനുഷ്യൻ പോവുകയാണ്, അടിച്ചു കൊണ്ടുപോവുകയാണ്.
അടിച്ചടിച്ചു കൊണ്ടുപോകുന്ന ആ മനുഷ്യനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ടുണ്ടോ? കരയാതിരിക്കാൻ കഴിയുകയില്ല. യേശുവിന്റെ ശരീരത്തിൽ വീണ മുറിവുകള്, ഈശോയുടെ മുറിവുകളാൽ എന്നെ സംരക്ഷിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ? യേശുവിന്റെ മുറിവിൽ എന്നെ കാത്തുകൊള്ളണമേ. നമ്മുടെ പഴയ ഒരു പ്രാർത്ഥനയുണ്ട്. 15 വർഷക്കാലവും പിന്നീട് സെമിനാരിയിലായിരിക്കുമ്പോഴും ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള ഹൃദയമേ, എന്റെ മേൽ സ്നേഹമായിരിക്കണമേ. വർഷങ്ങളോളം ഇന്നും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, എന്നെ സഹായിക്കണമേ. അങ്ങനെ പീഡകളേറ്റ് ചെല്ലുന്ന യേശുവിനെ കുരിശിൽ തറച്ചത് നമ്മൾ ഇന്ന് കുരിശിൽ കിടക്കുന്ന യേശുവിനെ പോലെയല്ല. പൂർണ്ണ നഗ്നനായിട്ട 33 വയസ്സുള്ള യേശു പൂർണ്ണ നഗ്നനാ. യേശുവിന്റെ മുടിയെല്ലാം നീണ്ടു കിടക്കുന്നു, പക്ഷെ അത് കട്ട പിടിച്ചു. അവിടുത്തെ രക്തം കൊണ്ട് കട്ട പിടിച്ചു. മുൾമുടി വെച്ചപ്പോൾ അവിടുത്തെ രക്തം കൊണ്ട് കട്ട പിടിച്ചു. അല്ല, അവിടുത്തെ അടിച്ചടിച്ചടിച്ചടിച്ച് ആ ശരീരം മുഴുവനൊന്നും തെറിച്ചു വീണ രക്തത്തുള്ളികൾ കൊണ്ട് മുടിയും താടിയും എല്ലാം കട്ട പിടിച്ച യേശുവിനെയാണ് കുരിശിൽ തറച്ചു കൊന്നത്. പ്രിയമുള്ളവരെ, ആ യേശുവിനെ വിളിച്ച് നിങ്ങൾക്ക് കരയുവാൻ സാധിക്കുമോ? അവിടെ യേശു ജീവിച്ചിരിക്കുന്ന കാലത്ത് കുഷ്ഠരോഗി വിളിച്ചില്ലേ, ഈശോയെ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. മത്തായിയുടെ സുവിശേഷത്തിൽ ആദ്യത്തെ രോഗശാന്തി അതാ. ഈശോ പ്രാർത്ഥന കഴിഞ്ഞിട്ട് വരികയാ. വരുന്ന അവസരത്തില് ആ കുഷ്ഠരോഗിയായ മനുഷ്യൻ അവൻ വിളിച്ചത് സൺ ഓഫ് ഡേവിഡ്, ഹാവ് മേഴ്സി ഓൺ മീ എന്നല്ല. കർത്താവേ, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ, കർത്താവേ, അങ്ങേക്ക് ഹൃദയമുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അവന്റെ കണ്ണുനീര്, അവന്റെ വിളി കർത്താവ് കേട്ടു. ഈശോ ആ ഹൃദയത്തിൽ നിന്ന് എന്താണ് പറഞ്ഞത്? എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനാകട്ടെ. തന്റെ പരസ്യ ജീവിത കാലത്ത് 2 കുഷ്ഠരോഗികൾ യേശുവിനെ വിളിച്ചില്ലേ, യേശുവേ, ഗുരുവേ, ഞങ്ങളിൽ കനിയണമേ. ഹൃദയത്തിൽ നിന്നുമുള്ള ആ വിളി ആ ഹൃദയത്തോട് ചേരുകയാണ്. ഹൃദയത്തിൽ നിന്ന് യേശുവിനെ വിളിക്കുമ്പോൾ യേശുവിന്റെ ഹൃദയം ആ വിളിക്കുന്നവന്റെ ഹൃദയവുമായിട്ട് ചേരുകയാണ്. ഞാനിത് പറയുമ്പോൾ യേശുവിന്റെ ഹൃദയവുമായിട്ട് ചേരുന്നു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഇടതുവശത്ത് വേദനയുമായിട്ട് വചനം കേൾക്കുന്ന വ്യക്തിയായിരിക്കാം, പേസ് മേക്കർ വെച്ചിരിക്കുന്ന വ്യക്തിയായിരിക്കാം. അവരെ ദൈവത്തിലേക്ക് കൊണ്ടുവരിക. യേശുവേ, ഗുരുവേ, ഞങ്ങളിൽ കനിയണമേ. അവനിൽ യേശു കനിഞ്ഞു. 10 കുഷ്ഠരോഗികളും വിളിച്ചത് അങ്ങനെയല്ലേ, യേശുവേ, ഗുരുവേ, ഞങ്ങളിൽ കനിയണമേ. നിങ്ങൾ പോയി പുരോഹിതനെ കാണിച്ചു കൊടുക്കുക എന്നാ പറഞ്ഞത്. അവർ പോകും വഴി കർത്താവ് സൗഖ്യപ്പെട്ടു. യേശു പറഞ്ഞതനുസരിച്ച് പോകുമ്പോൾ, വചനം വായിച്ചു കൊണ്ടുപോകുമ്പോൾ, വചനം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പോകുന്ന വഴിയിൽ എമൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാരെ കാണുന്നുണ്ട്. മുറിവുകളുള്ള യേശു, ഹൃദയം തുറക്കപ്പെട്ട യേശു രഹസ്യമായി അവരുടെ കൂടെ കടന്നു വരികയാണ്. അവര് പോകുന്ന വഴിയിൽ തോറ, നബിയും കിത്തുബിയും യേശു അവർക്ക് വിവരിച്ചു കൊടുത്തു. തോറ, പഴയ നിയമത്തിലെ 5 പുസ്തകങ്ങള്, നബിയും പ്രവാചക ഗ്രന്ഥങ്ങള്, കിത്തുബിയും എഴുത്തുകള്, പഴയ നിയമം മുഴുവനും വിശുദ്ധീകരിച്ച് നൽകുകയാണ് ആ ഈശോ. മാത്രമല്ല, ആ യാത്ര അവസാനിക്കുന്ന നിമിഷം യേശു ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അവരോട് ക്ഷണിക്കുക, യേശുവേ, നാഥ, ഞങ്ങളോടൊത്തു വസിച്ചാലും, നാഥ, ഞങ്ങളോടൊത്തു വസിച്ചാലും. ഈ വചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ കരങ്ങളൊന്ന് ഉയർത്തിയിട്ട്, യേശുവേ, എന്റെ കുടുംബത്തോടൊത്ത് വസിച്ചാലും, യേശുവേ, എന്റെ ഭാര്യയോടൊത്ത് വസിച്ചാലും, ആശുപത്രിയിൽ കിടക്കുന്ന രോഗിക്ക് വേണ്ടിയിട്ട് യേശുവേ, ഞങ്ങളോടൊത്ത് വസിച്ചാലും. എന്റെ മനസ്സില് രോഗിയായ ആശുപത്രിയിൽ കഴിയുന്ന ഒരു മനുഷ്യന്റെ വിചാരം വന്നിട്ടാണ്. ആ മനുഷ്യന്റെ തല ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്ന വണ്ണപ്പുറത്തുള്ള ആ സഹോദരൻ സ്ട്രോക്ക് വന്ന് തലയിൽ രക്തം കട്ടപിടിച്ച് തല ഓപ്പറേഷൻ ചെയ്ത് രക്തമൊക്കെ മാറ്റി ഇന്ന് തൊടുപുഴയിലെ ഒരു വലിയ ആശുപത്രിയിൽ കഴിയുന്നുണ്ട്. നാഥ, ഞങ്ങളോടൊത്ത് വസിച്ചാലും. നമ്മുടെ കരമുയർത്തിയിട്ടൊന്ന് പറയണം, ഈ വചനം കേൾക്കുന്ന മക്കളെ, ഒരുപക്ഷെ നിങ്ങളൊക്കെ ഒന്ന് കരമുയർത്തിയിട്ട് നിങ്ങളുടെ ദാരിദ്ര്യത്തെ ഓർത്തുകൊണ്ട്, നിങ്ങളുടെ കഷ്ടപ്പാടിനെ ഓർത്തുകൊണ്ട്, നിങ്ങളുടെ ദുഃഖത്തെ ഓർത്തുകൊണ്ട്, നടക്കാത്ത കാര്യങ്ങൾ നടക്കുമെന്നുള്ള പ്രതീക്ഷയോടെ ഓർത്തുകൊണ്ട്,
നാഥാ യേശുവേ ഞങ്ങളോടൊത്ത് വസിച്ചാലും, നാഥാ ഞങ്ങളോടൊത്ത് വസിച്ചാലും. പരിശുദ്ധ പിതാവ് ജോൺ പോൾ മാർപ്പാപ്പയുടെ ഒരു അപ്പസ്തോലിക ലെറ്ററിന്റെ ഹെഡിങ് തന്നെ, അതിന്റെ തലവാചകം തന്നെ നാഥാ ഞങ്ങളോടൊത്ത് വസിച്ചാലും. ആ യേശുവിന്റെ മൊഴിയാണ് ആ തിരുഹൃദയം തുറക്കുമ്പോൾ, കർത്താവേ അങ്ങയുടെ തിരുഹൃദയത്തില് എന്നെ കാത്തുകൊള്ളണമേ എന്നാണ് നമ്മൾ തിരുഹൃദയ കൊന്തയിൽ ചേർക്കുന്നത്. ഈശോയുടെ മധുരമുള്ള തിരുഹൃദയമേ. മധുരമുണ്ടോ കയ്പുണ്ടോ എന്നൊന്നും അല്ല, മധുരം എന്ന് പറയുന്ന ഒരു ഫിഗർ ഓഫ് സ്പീച്ചാ, ഒരു ഉപമയാണ്. അതുപോലെ മനുഷ്യന് വേണ്ടി വേദനിക്കുന്ന മധുരിക്കുന്ന ഒരു ഹൃദയമാണ് യേശുവിൻ്റെത്. വചനം മുഴുവനും പുതിയ നിയമം മുഴുവനും ഈ യേശുവിന്റെ ഹൃദയമാണ് പ്രിയമുള്ളവരെ നമ്മുടെ മുമ്പില് തുറന്നു വയ്ക്കുന്നത്. ആ തുറന്നു വയ്ക്കുന്ന യേശുവിന്റെ പെരുന്നാളാണ് ഈ 8-ാം തീയതി വെള്ളിയാഴ്ച. അവിടെ നമ്മൾ വായിക്കുകയാണ്, ആ കൊച്ചു പറഞ്ഞില്ലേ, ഈശോയുടെ ഹൃദയം വെള്ളം ഒഴുകുന്നു. രണ്ടാമത് കൊച്ചു പറഞ്ഞു, ഈശോയുടെ മുറിവേറ്റ ഹൃദയമാണ്. ആ മുറിവേറ്റ ഹൃദയത്തിൽ എന്നെ കാത്തുകൊള്ളണമേ. മൂന്നാമത് ഓർക്കുക, ഈശോയുടെ ഹൃദയത്തില്, ആ ഹൃദയം അകത്താണോ പുറത്താണോ? ഞാൻ ചോദിച്ചു നിങ്ങളോട്, ആ ഹൃദയം യേശുവിന്റെ ഹൃദയം പുറത്താണോ അകത്താണോ? മാതാവിൽ നിന്ന് ജന്മം എടുക്കുമ്പോൾ യേശുവിന്റെ ഹൃദയം അകത്താണ്. കുരിശിലേക്ക് കൊണ്ടുപോകുമ്പോൾ യേശുവിന്റെ ഹൃദയം അകത്താണ്. പീലാത്തോസ് ചോദിച്ചു, പീലാത്തോസിന്റെ അരികിൽ ചെന്നിട്ട് യഹൂദര് ചോദിക്കുകയാണ്, ഇനി വലിയൊരു സാബത്ത് ദിവസമാണ്, അവരെ എന്താണ് ചെയ്യേണ്ടത്? ആ കാൽവരി മലയുടെ മുകളിൽ, കാൽവരി മലയില് തൂങ്ങിക്കിടക്കുന്ന 3 പേരുണ്ട്, 2 കള്ളന്മാരും ഈശോയും. ഇവരുടെ കണങ്കാലുകൾ തകർത്ത് അടിച്ച് പൊട്ടിച്ച് കുരിശിൽ നിന്നും ഇറക്കട്ടെ, വലിയൊരു സാബത്ത് വരികയാണ്. വലിയ സാബത്ത്. എന്തുകൊണ്ടാണ് ഇതിനെ വലിയൊരു സാബത്ത് എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് കുരിശില് ഈ പീഡയേറ്റ് കിടക്കുന്ന മനുഷ്യര് ഇറക്കണമെന്ന് പറയും? ഇതൊരു വലിയ സാബത്താ. നമ്മുടെ ഞായർ എന്ന് പറയുന്നത് പോലെ. നമുക്കറിയാം, യേശു പെസഹ നടത്തിയത് നീസാൻ മാസം 14-ാം തീയതിയാണ്. യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നത് നീസാൻ മാസം 15-ാം തീയതിയാണ്. നീസാൻ മാസം 16-ാം തീയതി വലിയ സാബത്താണ്. അത് കഴിഞ്ഞു വരുന്നത് 6 വലിയ തിരുനാളുകള് ഈ യഹൂദരുടെ ഇടയിലുണ്ട്. പെസഹ നമുക്കറിയാം, അവരടിമത്തത്തിൽ നിന്ന് മോചനം പ്രാപിച്ചത്. രണ്ടാമത്തേത് പെസഹ കഴിഞ്ഞു വരുമ്പോൾ വിളവെടുപ്പിന്റെ തിരുനാളാണ്. എന്താണ് ഈ വിളവെടുപ്പിന്റെ തിരുനാള്? കാനാൻ ദേശത്തേക്ക് അവർ കടന്നു വരുമ്പോൾ മോശ പറഞ്ഞു, നിങ്ങൾ അവിടെ ചെന്ന് കൃഷി ചെയ്യുമ്പോൾ നിങ്ങളുടെ ആദ്യ ഫലങ്ങൾ കൊണ്ടുവന്ന് ലേവ്യ സമുദായം എന്ന് പറയുന്ന പുരോഹിത സമുദായമാണ്. ഈ പുരോഹിതരുടെ കയ്യിൽ നിങ്ങൾ കൊടുക്കണം. അപ്പോൾ ആ ശനിയാഴ്ച കഴിഞ്ഞു വരുന്ന വെള്ളിയാഴ്ച പുരോഹിതരുടെ കയ്യില് കൊണ്ടുവന്ന് കൊടുക്കാനുള്ള ഈ കറ്റകള്, ഗോതമ്പിന്റെ കറ്റ, 1 പിടി കറ്റ, ആ കറ്റ പുരോഹിതൻ സ്വീകരിച്ചിട്ട് അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ പുരോഹിതര് ചെല്ലും, പ്രാർത്ഥിക്കും, ദൈവമേ നല്ല വിളവ് ലഭിച്ചതിന് നന്ദി, ഞങ്ങളെ ഈ കാനാൻ നാട്ടിലേക്ക് കൊണ്ടുവന്നതിന് നന്ദി. അവിടെയാണ് പറയുന്നത് വലിയ സാബത്തിന്റെ ദിനം. മൂന്നാമത് കൂടാരത്തിരുന്നാളാണ്. ഇസ്രായേൽ ജനത ഫറവോന്റെ അടിമത്തിൽ നിന്ന് മോചിതമായിട്ട് വരുമ്പോൾ അവര് ഈ സ്ഥലത്ത് എത്തുന്നതിന് മുമ്പൊക്കെ 40 വർഷം അവർ ചുറ്റിത്തിരിഞ്ഞു. അവിടെ എത്തിച്ചേരുന്നതിന് മുമ്പ് ചെറിയ കുടിലുകൾ, കൂടാരങ്ങൾ ഉണ്ടാക്കി അതിലാണ് വസിച്ചത്. അതിൻ്റെ ഓർമ്മയായിട്ട് ഈ പെസഹ തിരുനാളിന് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകൾ വരും. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 2-ാം അധ്യായത്തിൽ നമ്മൾക്ക് കാണുവാൻ കഴിയും. 21 രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അതിൽ പറയുകയാണ്, ഏഷ്യയിൽ നിന്ന് ഉള്ളവരും ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അന്ന് ഏറ്റവും പ്രശസ്തമായ രാജ്യം ഇന്ത്യയാണ്. ആ ഇന്ത്യയിൽ നിന്നും വന്നവരും പന്തക്കോസ്ത ദിനത്തില് അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞു വന്നത് വലിയ സാബത്തിന്റെ ദിവസമാണ്. അപ്പോൾ ഒന്നാമത്തത് പെസഹ തിരുനാളിന്റെ ദിവസം നീസാൻ മാസം 14. നീസാൻ മാസം 15-ാം തീയതി യേശുവിനെ കുരിശിൽ തറച്ചു കൊന്നു. നീസാൻ മാസം 14-ാം തീയതി പെസഹ തിരുനാളാണ്. 15-ാം തീയതി യേശുവിനെ കുരിശിൽ തറച്ചു. 16-ാം തീയതി സാബത്ത് ദിനമാണ്. 17-ാം തീയതി
വിളവെടുപ്പിന്റെ തിരുനാളാണ്, അടുത്തത് കൂടാരത്തിന്. അപ്പൊ ഇത്രയും ദിവസം ആ ശരീരങ്ങൾ കുരിശിൽ കിടക്കരുത്. ഒരുപക്ഷെ ആ ദിവസം അവര് മരിച്ചുപോയാൽ ആ ഡെഡ് ബോഡി അവിടെ കിടക്കും. യഹൂദരല്ലേ? അതുകൊണ്ടാണ് പീലാത്തോസിന്റെ അടുത്ത് ചെന്ന അവരുടെ കൺകാലുകള്, അവരുടെ കാലിന്റെ കണ്ണങ്കാല് തകർത്തിറക്കാൻ ഈശോയുടെ അരികിലേക്ക് ചെല്ലുമ്പോൾ അവരെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. ആ ഈശോ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. പടയാളി ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഈശോ മരിച്ചു കഴിഞ്ഞു. അവൻ എന്തു ചെയ്തു? അവന്റെ കുന്തം, ആ കുന്തം കൊണ്ട് അവിടുത്തെ ഹൃദയത്തിലെ വിലാപ്പുറത്ത് കുത്തി. ഉടനെ രക്തവും വെള്ളവും ഒഴുകി. ആ കണ്ടയാൾ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. ആ സാക്ഷ്യം സത്യവുമാകുന്നു. ആ പ്രാർത്ഥനയാണ് പരിശുദ്ധ കുർബാനയില് കാസയും പീലാസയും ഒരുക്കുമ്പോൾ വൈദികൻ ചെല്ലുന്നത്. തിരുഹൃദയ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഈ കാസയുടെ ഓർമ്മ, പീലാസയുടെ ഓർമ്മ എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളും കാസ അപ്പവും വീഞ്ഞും എടുത്ത് വാഴ്ത്തുന്നില്ലേ? അവിടെ നിന്ന് രക്തമൊഴുകി. രക്തം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? യേശുവിന്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന ആ രക്തം ജീവനെയാണ് സൂചിപ്പിക്കുന്നത്. കൊച്ചു കുഞ്ഞു പറഞ്ഞു അത് ചോരയാണ് ഒഴുകിയത്. അതെ, ചോരയാണ്, നിണമാണ്, രക്തമാണ്. ആ നിണം, ആ രക്തം പരിശുദ്ധ കുർബാനയെ സൂചിപ്പിക്കുന്നു. ചില ആളുകളെ, ചില വൈദികരെ സംശയത്തോടുകൂടെ ദീപബലി അർപ്പിച്ചപ്പോഴൊക്കെ കാസയിലെ വീഞ്ഞ് രക്തമായി മാറിയത് ചരിത്രം പലയിടത്തും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഈശോയുടെ തിരുഹൃദയ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ആ രക്തത്താൽ എന്നെ കഴുകണമേ, രക്തത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ. ഈ അവസരത്തിൽ നമ്മൾ ഓർക്കണം സങ്കീർത്തനം 22. ഈ സങ്കീർത്തനവുമായിട്ട് ഈശോയുടെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തി ഉടനെ രക്തവും വെള്ളവും ഒഴുകി എന്ന് പറയുന്നത് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നതാ. ദുഃഖവെള്ളിയാഴ്ച പ്രസംഗിക്കുമ്പോൾ പലപ്പോഴും 22-ാം സങ്കീർത്തനം എനിക്ക് കാണാപ്പാടമാണ്. ഞാൻ കരങ്ങളൊക്കെ വിരിച്ചു പിടിച്ചിട്ട് അവിടെ ഉറക്കെ പ്രാർത്ഥിക്കും, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു? എന്നെ സഹായിക്കാതെയും എന്റെ രോദനം കേൾക്കാതെയും അകന്നു നിൽക്കുന്നത് എന്തുകൊണ്ട്? പകൽ മുഴുവൻ ഞാൻ അങ്ങയെ വിളിച്ചു, അങ്ങ് കേൾക്കുന്നില്ല. രാത്രിയിൽ ഞാൻ അങ്ങയെ വിളിച്ചു, എനിക്കൊരാശ്വാസവുമില്ല. ഇസ്രായേലിന്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ അവിടുന്ന് പരിശുദ്ധനാണ്. ഞങ്ങളുടെ പിതാക്കന്മാർ അങ്ങയിൽ ശരണപ്പെട്ടു, അവരെ അങ്ങ് രക്ഷിച്ചു. ഇതിന് ശേഷം വരുന്ന ഒരു വാക്കുണ്ട്, ഞാൻ മനുഷ്യനല്ല, ഒരു കൃമിയാകുന്നു, മനുഷ്യരുടെ എല്ലാം നിന്നാപാത്രവും. യഥാർത്ഥത്തിൽ ഹീബ്രുവിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇതല്ല അർത്ഥം. ഞാൻ മനുഷ്യനല്ല, കൃമിയെന്നല്ല ഹീബ്രുവിൽ ഉപയോഗിക്കുന്നത്. ഞാൻ ഒരു സ്കാർലെറ്റ്, കടും രക്തം. അവിടെ ഉപയോഗിക്കാൻ കാരണം ജെറുസലേം ദേവാലയത്തില് ചുമന്ന നിറത്തിലുള്ള ഒരു വലിയ കർട്ടൻ ഉണ്ടായിരുന്നു, ഒരു തുണി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പരുത്തി നൂലുകൾ കൊണ്ടോ ചണം കൊണ്ടോ എന്തോ ഉണ്ടാക്കിയതാണ്. അതെല്ലാം ഈ പറയുന്ന ഒരു വലിയ തരം പുഴുവുണ്ട്. ഈ പുഴുവിനെ ഞെക്കിപ്പിഴിഞ്ഞെടുക്കുന്ന സാപ്പില് ആ നീരിലിട്ട് വയ്ക്കും. അതിന്റെ നിറം കടും ചുമപ്പാണ്. അതിലിട്ട് വെച്ചിരിക്കുന്ന ആ ഉടുപ്പാണ്, ആ ചുമന്ന ഉടുപ്പാണ് എൻ്റെ ഈ പുറകിൽ കാണുന്ന കടും ചുമപ്പ്. ഞാൻ ദേവാലയത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന ചുമപ്പ് കലർന്ന ആ വലിയ വിരിയാണെന്നാ പറയുന്നത്. മനുഷ്യനല്ല, കൃമിയാണ് എന്ന് പറയുമ്പോൾ സങ്കീർത്തനം 22:6 വചനം പറയുകയാണ്, ഞാൻ മനുഷ്യനല്ല, കൃമി അത്രേ, മനുഷ്യർക്ക് നിന്നാപാത്രവും ജനത്തിന് പരിഹാസ വിഷയവും. അപ്പോൾ ജെറൂസലേം ദേവാലയത്തിൽ തൂക്കപ്പെട്ട് ഇട്ടിരിക്കുന്ന ആ വിരിയാണ്. യേശു മരിക്കുന്ന അവസരത്തില് ആ ചുവന്ന വിരി രണ്ടായിട്ട് മാറി. ഈശോയെ കുറിച്ചാണ് ഈ സങ്കീർത്തനം മുഴുവനും പറയുന്നത്. 6-ാം വചനം പറയുകയാണ്, എങ്കിലും അവിടുന്നാണ് മാതാവിന്റെ ഉദരത്തിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവന്നത്, മാതാവിന്റെ മാറിടത്തിൽ എനിക്ക് സുരക്ഷിതത്വം നൽകിയതും അവിടുന്ന് തന്നെ. അപ്പൊ മാറിടത്തിൽ, പരിശുദ്ധ അമ്മയുടെ മാറിടത്തിൽ കിടന്ന യേശു, ആ ഹൃദയമുള്ള യേശു ഇന്ന് കൊലയാളിയെ പോലെയും കള്ളനെ പോലെയും ആ ജനതകളിൽ ഏതാനും ആളുകള് യേശുവിനെ കുരിശിൽ തറച്ച് കൊന്നിരിക്കുകയാണ്. വളരെ സ്പർശിയാണ് 14-ാമത്തെ വചനം 22-ാം സങ്കീർത്തനത്തിൽ 14. യേശുവിന്റെ ഹൃദയവുമായിട്ട് വളരെ യോജിച്ചു പോകുന്ന ഒരു വചനമാണ്. ഒഴിച്ചു കളഞ്ഞ വെള്ളം പോലെയാണ് ഞാൻ, സന്ധിബന്ധങ്ങൾ ഉലഞ്ഞിരിക്കുന്നു, എൻ്റെ ഹൃദയം മെഴുകുപോലെയായി,
എൻ്റെ ഉള്ളിൽ അത് ഉരുകിക്കൊണ്ടിരിക്കുന്നു. യേശുവിന്റെ സന്ധി ബന്ധങ്ങള് ആ വലിയ തടി യേശുവിന്റെ തോളിലേറ്റിയപ്പോൾ സന്ധി ബന്ധങ്ങൾ മുറിഞ്ഞു. പീലാത്തോസിന്റെ കൊട്ടാരത്തിൽ വെച്ച് കൂർത്തുമൂർത്ത ചാട്ട കൊണ്ടടിച്ചപ്പോൾ അവിടുത്തെ സന്ധി ബന്ധങ്ങള് ഉലഞ്ഞു. കുരിശും എടുത്തുകൊണ്ട് ഗാഗുൽത്ത മലയിലേക്ക് പോയപ്പോൾ അവിടുത്തെ സന്ധി ബന്ധങ്ങൾ ഉലഞ്ഞു. അവിടുത്തെ മനസ്സുരുകി, അവിടുത്തെ ഹൃദയം പൊട്ടി. ശിഷ്യന്മാർ ഉപേക്ഷിച്ചു പോയപ്പോൾ പറയുകയാണ്, എൻ്റെ ഹൃദയം മെഴുകുപോലെയായി എൻ്റെ ഉള്ളിൽ ഉരുകിക്കൊണ്ടിരിക്കുന്നു. മെഴുകുപോലെയായി. ആ പടയാളികൾ ഒരുവൻ കുന്തം കൊണ്ട് കുത്തിയപ്പോൾ ആ മാംസളമായ ഹൃദയം തുറക്കപ്പെട്ടു. കുന്തം നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള സാധനമല്ല. അതിന്റെ ഷേപ്പ് ഒന്നൊക്കെ നോക്കിക്കേ. വാക്കത്തി കൊണ്ട് വെട്ടുന്ന പോലെയല്ല, അരിവാളിന് വെട്ടുന്ന പോലെയല്ല, വടിവാൾ കൊണ്ട് വെട്ടുന്നത് പോലെയല്ല. പക്ഷെ കുന്തം കൊണ്ട് കുത്തുക. പല രീതിയിലാണ് ആ മുറിവ് വരിക. എന്റെ ഹൃദയം ഉരുകി എന്ന വാക്കവന് അവിടെ നിലയ്ക്കാത്ത രക്തവും വെള്ളവുമാണ്. എന്നാ നിലച്ചു എന്ന് പറയുന്നത്? പടയാളികൾ ഒരുവൻ കുന്തം കൊണ്ട് കുത്തി ഉടനെ രക്തവും വെള്ളവും ഒഴുകി തീർന്നിട്ടില്ല. ആ ഒഴുകി തീരാത്ത രക്തമാണ് പ്രിയമുള്ളവരെ നമ്മിലേക്ക് ഒഴുകി എത്തുന്നത്. ഈ വചനം കേൾക്കുന്ന മക്കള് യേശുവിനോട് പ്രാർത്ഥിക്കട്ടെ, കർത്താവേ, അങ്ങയുടെ ചങ്കിൽ നിന്നും ഒഴുകുന്ന തിരുരക്തവും തിരുവെള്ളവും എന്റെ ഈ കയ്യിലേക്ക് തരണമേ, ഈ രോഗികളിലേക്ക് ഒഴുകണമേ. കർത്താവേ, ഹാർട്ട് അറ്റാക്കുമായിട്ട് വീടുകളിലും ആശുപത്രികളിലും കഴിയുന്നവരിലേക്ക് ഒഴുകണമേ. ഞാൻ ഓർക്കുന്ന ഒരു സംഭവം കൂടി പറയട്ടെ. ഞാൻ എവിടെയോ ഒരു സ്ഥലത്ത് ധ്യാനിപ്പിച്ചിട്ട് വരികയാണ്. വരുന്ന അവസരത്തിൽ എൻ്റെ കൂടെയുള്ള വൈദികൻ പറഞ്ഞു, അച്ഛാ, നമ്മുടെ സുപ്പീരിയർ അച്ഛന് ഹൃദയത്തിൽ 20 ബ്ലോക്ക് ഉണ്ട്. ഞാൻ കേട്ടു. എൻ്റെ മുറിയിലേക്ക് ചെന്നിട്ട് ഞാൻ അല്പനേരം അവിടെ ഇരുന്നു. കർത്താവേ, ഞങ്ങളുടെ സുപ്പീരിയർ അച്ഛന്റെ ഹൃദയത്തിലുള്ള ഈ 20 ബ്ലോക്ക്, ഹൃദയത്തിൽ വലിയ 20 ബ്ലോക്ക്, 1ഉം 2ഉമല്ല, വളരെ സീരിയസ് ആയിട്ട് ഈ അച്ഛനെ ആലുവയിലുള്ള വളരെ പ്രശസ്തമായ ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഞാൻ കുറച്ചു നേരം ഇരുന്ന് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ട ഭാഗം വായിച്ചു. അതിലെ 34-35 പടയാളികൾ ഒരുവൻ കുന്തം കൊണ്ട് കുത്തി ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നു. തിരുഹൃദയ കൊന്ത ചൊല്ലി ഏകദേശം ഒരു രാത്രി 2 മണിയായപ്പോൾ എൻ്റെ മനസ്സ് പറയുകയാണ്, നീ ലിറ്റിൽ ഫ്ലവർ ചർച്ചിന്റെ മുമ്പിലേക്ക് ചെന്നിട്ട് കൈ വിരിച്ചു നിന്നുകൊണ്ട് 22-ാം സങ്കീർത്തനവും 68-ാം സങ്കീർത്തനത്തിന്റെ 19ഉം 20-ാമത്തെ വചനം, അനുദിനം നമ്മെ താങ്ങുന്ന കർത്താവ് വാഴ്ത്തപ്പെടട്ടെ, ദൈവമാണ് നമ്മുടെ രക്ഷ, നമ്മുടെ ദൈവം രക്ഷയുടെ ദൈവമാണ്, മരണത്തിൽ നിന്നുള്ള മോചനം കർത്താവാണ് നൽകുന്നത്. ഈ വചനം തന്നെ രാവിലെ വെളുപ്പിന് 2 മണിക്ക് ആ പള്ളിയുടെ മുമ്പിൽ ചെന്ന് നിന്നുകൊണ്ട്, വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ദേവാലയത്തിന്റെ മുമ്പിൽ ചെന്ന് നിന്നുകൊണ്ട് കൈവിരിച്ച് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, അനുദിനം നമ്മെ താങ്ങുന്ന കർത്താവ് വാഴ്ത്തപ്പെടട്ടെ, ദൈവമാണ് നമ്മുടെ രക്ഷ, നമ്മുടെ ദൈവം രക്ഷയുടെ ദൈവമാണ്, മരണത്തിൽ നിന്നുള്ള മോചനം ദൈവമായ കർത്താവാണ് നൽകുന്നത്. 1 മണിക്കൂറിൽ കൂടുതൽ പ്രാർത്ഥിച്ചു എന്ന എൻ്റെ ഓർമ്മ. അതിനുശേഷം പ്രിയമുള്ളവരെ, ഞാൻ സമാധാനമായിട്ട് മുറിയിൽ വന്നു. പിറ്റേ ദിവസം അദ്ദേഹത്തിന് ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ ഏതായാലും ചെറിയ ഒരു ചികിത്സയിലൂടെ അദ്ദേഹത്തിനെ ദൈവം സുഖപ്പെടുത്തി. ഹാർട്ട് രോഗികളായ പല മക്കളും എൻ്റെ അടുത്ത് വരുമ്പോൾ പ്രിയമുള്ളവരെ, ഞാൻ ഈ 68-ാം സങ്കീർത്തനത്തിന്റെ ഈ വചനം ചൊല്ലാൻ പറയും, അനുദിനം നമ്മെ താങ്ങുന്ന കർത്താവ് വാഴ്ത്തപ്പെടട്ടെ, ദൈവമാണ് നമ്മുടെ രക്ഷ, നമ്മുടെ ദൈവം രക്ഷയുടെ ദൈവമാണ്, മരണത്തിൽ നിന്നുള്ള മോചനം ദൈവമാണ് നൽകുന്നത്. മരണത്തിൽ നിന്നുള്ള മോചനം, അതായത് ചെറുപ്പത്തിലെ യുവാക്കന്മാർ മരിക്കുന്നതിനുള്ള മോചനം, കുഞ്ഞുമക്കളുടെ മരണത്തിൽ നിന്നുള്ള മോചനം ദൈവമാണ് തരുന്നത്. അവിടുത്തെ ഹൃദയത്തിൽ നിന്നും ഒഴുകുന്ന നിലയ്ക്കാത്ത രക്തവും വെള്ളവും. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹാർട്ട് അറ്റാക്കിൽ വേദന അനുഭവിക്കുന്ന, ഹാർട്ട് അറ്റാക്കുമായി ബന്ധപ്പെട്ട് മരുന്ന് കഴിക്കുന്ന ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് ദൈവമേ അങ്ങ് ഒഴുക്കുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈശോയുടെ ഹൃദയത്തില്
നമ്മൾ കാണുകയാണ്, അഗ്നി കാണുകയാണ്. ഈശോയുടെ ഹൃദയത്തിൽ മുഴുവനും അഗ്നി ജ്വലിക്കുകയാണ്. ഈ അഗ്നി സൂചിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. പരിശുദ്ധാത്മാവിന്റെ 6 അടയാളങ്ങളുണ്ട്. അഗ്നി, കാറ്റ്, വെള്ളം, എണ്ണ, മുദ്ര, പ്രാവ്. ഇങ്ങനെ 6 അടയാളങ്ങളുണ്ട്. പന്തക്കുസ്തായില് അഗ്നിയാണ് വന്നത്. ഈശോ വാഗ്ദാനം ചെയ്തു പരിശുദ്ധാത്മാവിനെയാണ്. അപ്പൊ ഈശോയുടെ തിരുഹൃദയം ആ ജ്വലിക്കുന്നത് പരിശുദ്ധാത്മാവ് എല്ലാവർക്കും വേണ്ടി ജ്വലിക്കുകയാണ്. എല്ലാവർക്കും വേണ്ടി ജ്വലിക്കുന്ന പരിശുദ്ധാത്മാവ്. ഞാൻ ആദ്യം കുട്ടികളോട് ചോദിച്ചല്ലോ, ഹൃദയം എവിടെയാണ്? അപ്പൊ ആ മക്കൾ പറഞ്ഞത് ഹൃദയം പുറത്താണ്. ഈശോയുടെ തിരുഹൃദയം പുറത്താ. മാർഗരറ്റ് മേരി ഹലക്കോക്കിന് പ്രാർത്ഥിക്കുന്ന ആ ദേവാലയത്തിൽ വെച്ച് പേഴ്സണൽ റെവലേഷൻ നൽകുമ്പോൾ പുറത്ത് കത്തിയാളുന്ന ഹൃദയമാണ്. സ്നേഹമുള്ളവരെ, ഈശോ മരിച്ച് ഉയർത്തെഴുന്നേറ്റു. മഗ്ദലന മറിയത്തിനും പിന്നീട് ശിഷ്യന്മാർക്കും ഈശോ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഈ ഈശോ പ്രത്യക്ഷപ്പെടുന്ന അവസരത്തിൽ തോമാസ് ലീഹ അവിടെയില്ല. പിന്നീട് തോമാസ് ലീഹയെ വിളിക്കുകയാണ് 2ാമത്തെ പ്രാവശ്യം സമാധാനം ആശംസിച്ചുകൊണ്ട്. ആ അവസരത്തിൽ തോമാസ് ലീഹായോട് പറയുന്ന വാക്കുണ്ട്, എന്റെ മുറിവുകൾ കാണുക, നീ എന്റെ പാർശ്വത്തിൽ കൈവയ്ക്കുക. അതായത് തുറക്കപ്പെട്ട ആ ഹൃദയം അടഞ്ഞിട്ടില്ല. ഈശോ സ്വർഗാരോഹണം നടത്തുമ്പോൾ കരങ്ങൾ ഉയർത്തി നിൽക്കുകയാണ്. ആ കൈ ഒരിക്കലും താണുപോയിട്ടില്ല. അങ്ങനെ ഉയർന്നു നിൽക്കുന്ന യേശുവിന്റെ വലിയ സ്റ്റാച്ചുകൾ കണ്ടിരിക്കും. ഞായപ്പള്ളി പള്ളിയില്, സെന്റ് ആനീസ് ചർച്ചില്, ഡോൺ ബോസ്കോക്കാരുടെ പള്ളികളിലെല്ലാം തുറക്കപ്പെട്ട യേശുവിന്റെ ഹൃദയവുമായി ഉയർന്നു നിൽക്കുന്ന യേശുവിന്റെ രൂപം. ആ ഉയർന്നു നിൽക്കുന്ന കരത്തിന്റെ താഴെ തുറക്കപ്പെട്ട ഹൃദയമാണ്. ആ തുറക്കപ്പെട്ട ഹൃദയത്തിലേക്ക് എന്നെ ചാച്ചുകൊള്ളണമേ, എന്നെ പ്രവേശിപ്പിക്കണമേ. നമ്മൾ അങ്ങനെ ആ മനുഷ്യനായ രീതിയിൽ പ്രവേശിക്കണം. എൻ്റെ മനസ്സ് ഈശോയിലേക്ക് കടക്കുക. ദൈവം നമ്മിലേക്ക് ഇടപെടും. ഈശോയുടെ തിരുഹൃദയത്തിന് ചുറ്റും ഒരു മുൾമുടിയുണ്ട്. ആ മുൾമുടി എന്താണ് സൂചിപ്പിക്കുന്നത്? പീലാത്തോസ് മുൾമുടി ധരിപ്പിച്ച് യേശുവിനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. മുൾമുടി ധരിപ്പിച്ച് കൊണ്ടുവരിക. യേശുവിന്റെ ഹൃദയത്തിന് ചുറ്റുമുള്ള ആ മുൾമുടി ഈ പീലാത്തോസിന്റെ അരമന മുറ്റത്ത് യേശുവിന്റെ ശിരസിൽ വെച്ചതാണ്. മാത്രമല്ല, നമ്മുടെ പാപങ്ങൾ നിമിത്തം യേശുവിന്റെ ഹൃദയത്തിലേക്ക് ആ മുള്ളുകൾ തറഞ്ഞു കയറുന്നു എന്നാ പറയുന്നത്. ഓർക്കുക, യേശുവിന്റെ തിരുഹൃദയത്തിന്റെ മുമ്പില് നമ്മുടെ കരിഞ്ചുമപ്പായ പാപവുമായിട്ട് കടന്നു ചെല്ലുമ്പോഴും നമ്മെ സ്നേഹിക്കുന്ന യേശു, ആ ഹൃദയം മുഴുവനും സ്നേഹമാണുള്ളവരെ. ആ സ്നേഹിക്കുന്ന ഈശോ നമ്മെ രക്ഷിക്കും. യേശു പറഞ്ഞില്ലേ, നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പുള്ളതാണെങ്കിലും വെണ്മയുള്ളതാക്കും. യോഹന്നാന്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ എല്ലാവരും കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് പറയുന്ന ആ സ്ത്രീയോട് പറഞ്ഞത്, മകളെ, അവരാരും നിന്നെ കല്ലെറിഞ്ഞില്ലേ, ഇനിമേലിൽ പാപം ചെയ്യരുത്. ഈശോയുടെ ഹൃദയം നമ്മളോട് അപേക്ഷിക്കുന്നതും പറയുന്നതും ഇനിമേലിൽ പാപം ചെയ്യാതെ കഴിയുന്നിടത്തോളം വിശുദ്ധരായിട്ട് പ്രവേശിക്കുക. എല്ലാ മാസാധ്യ വെള്ളികളിലും ഈശോയുടെ തിരുഹൃദയ പ്രതിഷ്ഠ നടത്തണം എന്നാണ് പറയുന്നത്. മിക്കവാറും എല്ലാ ഇടവകകളിലും ഈശോയുടെ തിരുഹൃദയ പ്രതിഷ്ഠ നടത്തും. ജൂൺ മാസമാണെങ്കിൽ എല്ലാ ദിവസവും വണക്കമാസം വായിച്ച് ജപം ചൊല്ലി തുടർന്ന് സുഹൃത ജപവും ചെല്ലും. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഉപേക്ഷിച്ചു പോയിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയ കൊന്ത ചെല്ലണം. അത് വലിയൊരു അനുഗ്രഹമായിരിക്കും. ആ അനുഗ്രഹത്താൽ നമ്മൾ വളരും. ഈശോയുടെ തിരുഹൃദയത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കും. അപ്പോൾ ഈശോയുടെ തിരുഹൃദയത്തിൽ ഒരു കുരിശുണ്ട്. ഈശോയുടെ തിരുഹൃദയം കത്തി ആളുന്നതാണ്, പന്തക്കുസ്തയാണ്. ഈശോയുടെ തിരുഹൃദയത്തിന് ചുറ്റും ഒരു മുൾക്കിരീടമുണ്ട്. ഈശോയുടെ ഹൃദയത്തിൽ ഒരു മുറിവുണ്ട്. ആ മുറിവിൽ നിന്ന് വെള്ളവും രക്തവും ഒഴുകുകയാണ്. ജീവനെയാണ് സൂചിപ്പിക്കുന്നത്, പരിശുദ്ധാത്മാവിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ തുറക്കപ്പെട്ട ആ ഈശോയുടെ തിരുഹൃദയം, നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുന്ന ഈശോയുടെ തിരുഹൃദയം എല്ലായ്പ്പോഴും നമ്മുടെ കൂടെയുണ്ട്. എന്തോ പരിഷ്കാരമൊക്കെ ശ്രദ്ധിച്ചിട്ട് ഈശോയുടെ തിരുഹൃദയം എടുത്തു മാറ്റുന്ന പല കുടുംബങ്ങളെയും കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ കുടുംബത്തില് ഈശോയുടെ തിരുഹൃദയത്തിന് നമ്മൾ സമർപ്പിക്കണം. ഏറ്റവും സ്നേഹമുള്ളവരെ, ഈശോയുടെ തിരുഹൃദയത്തെ കുറിച്ചുള്ള ദീർഘമായ ഈ വചന പ്രഘോഷണം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ചില ആളുകൾ പറഞ്ഞു, അച്ഛാ, അത്രയും ദീർഘമായ പ്രഭാഷണം വേണ്ട എന്ന്. പക്ഷേ എൻ്റെ അനുഭവം
ദീർഘമായ പ്രഭാഷണങ്ങൾ നടത്തുമ്പോൾ ആ വചനം മനുഷ്യനില് വിതയ്ക്കപ്പെട്ട വചനം പോലെയാവുകയാണ്. നല്ല നിലത്ത് ഈ വചനം വീഴുമ്പോൾ 30 മേനിയും 60 മേനിയും 100 മേനിയും ഫലം പുറപ്പെടുവിച്ചുകൊണ്ട് വളരെയധികം സൗഖ്യങ്ങളും അനുഗ്രഹങ്ങളും ലഭിക്കുന്നത് എൻ്റെ ഓർമ്മയിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ദീർഘമായ പ്രഭാഷണങ്ങൾ നടത്തുന്നത്. ധ്യാനകേന്ദ്രത്തിൽ ഞാൻ നടത്തിയിരുന്നതാണിത്. ഇപ്പോഴെനിക്ക് ധ്യാനകേന്ദ്രമില്ല. വളരെയധികം ആളുകൾ അച്ഛൻ്റെ ദീർഘമായ പ്രഭാഷണം വേണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെടുന്നത് കൊണ്ടാണ് ദീർഘമായ പ്രഭാഷണം നടത്തുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ തൃത്വത്തെക്കുറിച്ച് ഞാനൊരു വചന പ്രഘോഷണം നടത്തിയിരുന്നു. 60 മിനിറ്റോളമുണ്ട്. ആ വചനം കേട്ടത് 8600-ൽ പരം ആളുകളാണ്. അത്രയും ആളുകൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെറിയ വചന പ്രഘോഷണം വേണ്ടവർക്ക് കുറച്ചു നേരം കേൾക്കുക, നിർത്തുക. വചനപ്രഘോഷണം മുഴുവനുമായി കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ വലിയ അനുഭവം ലഭിക്കും. ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്, ഈശോയുടെ തിരുഹൃദയത്തെ കുറിച്ചുള്ള ഈ വചനപ്രഘോഷണം കേൾക്കുമ്പോൾ ഹൃദയ സംബന്ധമായ രോഗികൾ സൗഖ്യപ്പെടും. പല ആളുകളും എന്നെ വിളിക്കും. എന്റെ ഫോൺ നമ്പർ ഇതിനോടുകൂടി കൊടുക്കാറുമുണ്ട്. ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ എളിമയോടെ നിൽക്കുവിൻ, അവിടെ നിന്ന് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. എളിമയോടെ ഈശോയുടെ തിരുഹൃദയത്തിന് താഴെ ചെന്നിരുന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റുള്ളവർക്ക് വചനം പങ്കുവെക്കണം. ഈ വചനം പങ്കുവെക്കുമ്പോൾ യേശുവിന്റെ ഹൃദയത്തിൽ നിന്നും ഒഴുകുന്ന ആ രക്തവും വെള്ളവുമാണ് അവരുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നത്. പങ്കുവെക്കുമ്പോൾ ഒരു ലക്ഷ്യത്തോടുകൂടി പങ്കുവെക്കുക. കർത്താവേ, എൻ്റെ പരീക്ഷ ജയിക്കുവാനായിട്ട്, കർത്താവേ, എനിക്കൊരു ജോലി ലഭിക്കുവാനായിട്ട്. ഞാനൊരു മകനോട് പറഞ്ഞ ഒരു കാര്യം, അവന് ജോലിയില്ല, ദുബായിൽ കഴിയുകയാണ്. ആ അവസരത്തിൽ ഞാൻ പറഞ്ഞു, മോനെ, മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം എടുത്ത് നീ 17 പ്രാവശ്യം വായിച്ചതിന് ശേഷം എല്ലാ ദിവസവും 250 പ്രാവശ്യം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന വചനം 250 പ്രാവശ്യം ചൊല്ലുക. നീ മൊബൈലിൽ അത്യാവശ്യ ഫോണുകൾ മാത്രം വിളിക്കുക, എല്ലാ കാഴ്ചകളും നിർത്തുക. ദുബായിലാണ്. അവനൊരു 50,000 രൂപ കിട്ടിയാൽ മതി. അവൻ അച്ഛൻ പറഞ്ഞതുപോലെ 17 ദിവസം വായിക്കുവാൻ തുടങ്ങി. 11 ദിവസമായപ്പോൾ യേശുവിന്റെ ഹൃദയം അവന് വേണ്ടി തുറക്കപ്പെട്ടു. 50,000 രൂപ ശമ്പളം പ്രതീക്ഷിച്ച മനുഷ്യന് 1.5 ലക്ഷം രൂപ ശമ്പളമുള്ള ഒരു ജോലി, പൈലറ്റിന്റെ ജോലി അദ്ദേഹത്തിന് മസ്കറ്റിൽ ലഭിച്ചു. അപ്പൊ ഈശോയോട് കൂടെ പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കും. യേശുവിന്റെ തിരുഹൃദയത്തിന്റെ താഴെ ഇരുന്നാണ് അവൻ വായിച്ചത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മാർഗരറ്റ് മേരി ഹലക്കോക്കിനോട് യേശു പറഞ്ഞ 12 വാഗ്ദാനങ്ങളുണ്ട്. ആ വാഗ്ദാനങ്ങളിൽ ഒന്നാമത്തത്, എൻ്റെ ഹൃദയത്തോട് ഭക്തിയുള്ളവർക്ക് ഞാൻ അവരുടെ ജീവിതാവസ്ഥയ്ക്ക് ആവശ്യമായ എല്ലാ വരപ്രസാദങ്ങളും നൽകും. ഞാനൊരു പുരോഹിതനാണ്. എൻ്റെ ജീവിതത്തിന് ആവശ്യമായ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും ലഭിക്കും. യേശുവിൻ്റെ ഈ പ്രസംഗം കേൾക്കുമ്പോൾ കുടുംബജീവിതത്തിന് ആവശ്യമായ വരപ്രസാദങ്ങൾ ലഭിക്കും. മക്കളുടെ അഡ്മിഷന് വേണ്ടി പരിശ്രമിക്കുന്നവരുണ്ടല്ലോ, അവരുടെ അവസ്ഥയ്ക്ക് ആവശ്യമായ വരങ്ങളും പ്രസാദങ്ങളും ലഭിക്കുമെന്നാണ് പറയുന്നത്. 2, അവരുടെ ഭവനങ്ങളിൽ സമാധാനം സ്ഥാപിക്കും. ഈശോ പറയുക, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരും. യേശുവിന്റെ ഉയർപ്പിന് ശേഷം 3 പ്രാവശ്യം പറയുന്നുണ്ട്, നിങ്ങൾക്ക് സമാധാനം. തുറക്കപ്പെട്ട ഹൃദയത്തിൽ നിന്നും വന്ന വാക്കുകൾ ആ ശിഷ്യന്മാരോട് പറയുന്നതാ. നമ്മുടെ പരിശുദ്ധ കുർബാനയിൽ 3 പ്രാവശ്യമുണ്ട്, നിങ്ങൾക്ക് സമാധാനം. ഞാൻ ഈ സമാധാനം നേരുന്ന ഈ അവസരത്തിൽ വലതു ചെവിയില് കേൾവിക്കുറവോ രോഗാവസ്ഥയോ ഉണ്ടെങ്കിൽ കർത്താവ് എടുത്തു മാറ്റി നിന്റെ കുടുംബത്തിൽ സമാധാനം തരുന്നു. 3, അവരുടെ ദുഃഖങ്ങളിൽ അവരെ ഞാൻ ആശ്വസിപ്പിക്കും. അവരുടെ ദുഃഖം എന്താണെന്ന് പറയുന്നില്ല ഈശോ. ഒരുപക്ഷെ കടബാധ്യത കൊണ്ടുള്ള ബുദ്ധിമുട്ടായിരിക്കാം, ജപ്തി ചെയ്യുമെന്നുള്ള പേടിയായിരിക്കാം, എന്തെങ്കിലും ആകട്ടെ, അവരുടെ ദുഃഖങ്ങളിൽ കർത്താവ് ആശ്വസിപ്പിക്കുമെന്നാണ് വചനം പറയുന്നത്. 4, അവരുടെ ജീവിതത്തിലും വിശിഷ്യ
മരണസമയത്തും ഞാൻ അവരുടെ അഭയസ്ഥാനമായിരിക്കും. ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളെല്ലാവരും മരിക്കുന്നവരാണ്. ആ മരണസമയത്ത് നമ്മുടെ അഭയസ്ഥാനമായിരിക്കും. ആ മരണത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. യേശു മരണത്തിലേക്ക് പോയി. യേശു മരിച്ചു, അടക്കി, ഉയർപ്പിക്കപ്പെട്ടു. അപ്പോഴും ഈശോയുടെ ഹൃദയം അടഞ്ഞിട്ടില്ലായിരുന്നു. അരിമത്യക്കാരൻ യോസേപ്പും നിക്കോദേമോസും ഒരുമിച്ച് വന്നാണ് കച്ചകളൊക്കെ മേടിച്ച് യേശുവിന്റെ ശരീരം പൊതിഞ്ഞ് സമർപ്പിച്ചത്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇപ്പോൾ നടക്കുന്നുണ്ട് പ്രിയമുള്ളവരെ. ഞാനത് അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, പരിശുദ്ധാത്മാവെ കടന്നു വരണമേ. യേശുവിന്റെ ഹൃദയത്തിൽ നിന്നും ഒഴുകുന്ന തിരുരക്തവും വെള്ളവും എൻ്റെ ജീവിതത്തിലേക്ക്, ക്യാൻസർ പിടിച്ച എൻ്റെ ബ്രസ്റ്റിലേക്ക് ഒഴുകണമേ. ക്യാൻസർ പിടിച്ച എൻ്റെ ഉദരത്തിലേക്ക് ഒഴുകണമേ. ചെറുപ്പക്കാരായ ക്യാൻസർ പിടിച്ച രോഗികളെ സംരക്ഷിക്കണമേ. 5, അവരുടെ എല്ലാ ഉദ്യമങ്ങളെയും ഞാൻ ധാരാളമായി അനുഗ്രഹിക്കും. ഈശോയുടെ ഹൃദയം വാഗ്ദാനം എല്ലാ ഉദ്യമങ്ങളെയും അനുഗ്രഹിക്കും. മക്കാരിയോസ് ചെയ്യും. അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ഒളിവ് കൂടാതെ നൽകുക, പൂർണ്ണമായി നൽകുക, ആവശ്യത്തിന് നൽകുക. കർത്താവ് ആവശ്യത്തിന് നൽകുകയാണ്. 6, പാപികൾ എൻ്റെ ഹൃദയത്തിൽ അനന്തമായ കൃപാസമുദ്രം കണ്ടെത്തും. നമ്മുടെ പാപങ്ങൾ ഓർത്ത് അനുതപിച്ചാൽ മതി. കത്തോലിക്കരെ സംബന്ധിച്ച് നമ്മുടെ പാപങ്ങള് കുമ്പസാരക്കൂട്ടിൽ ഏറ്റുപറയുമ്പോൾ കർത്താവാണ് കടന്നു വരുന്നത്, കർത്താവാണ് ഏറ്റെടുക്കുന്നത്. എൻ്റെ പൗരോഹിത്യ വൃത്തിയിൽ എനിക്ക് ധൈര്യമായി പറയുവാൻ പറ്റും. അവിടെ അവസാനം ചൊല്ലുന്ന പ്രാർത്ഥനയുണ്ട്. പാപികളെ വിശുദ്ധീകരിക്കുന്ന കർത്താവേ, എനിക്ക് നൽകിയ അധികാരം ഉപയോഗിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിന്റെ പാപങ്ങൾ ക്ഷമിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും ഉണ്ടായിരിക്കട്ടെ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന അടിവയറ്റിലെ ശക്തമായ രോഗാവസ്ഥയിലുള്ള ആള് അനുദപിച്ച് കുമ്പസാരിക്കുമ്പോൾ, ഈ പാപമോചനം ലഭിക്കുമ്പോൾ കർത്താവിന്റെ വാതില് തുറന്നു തരും. വെളിപാടിന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 20-ാം വചനം പറയുന്നു, ഇതാ ഞാൻ വാതിക്കൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലും തുറന്നു തന്നാൽ ഞാൻ ഉള്ളിൽ പ്രവേശിക്കും. 7, മന്ദഭക്തരായ ആത്മാക്കൾ തീക്ഷ്ണതയുള്ളവരാകും. വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ ആരംഭത്തിലൊക്കെ നമ്മൾ വളരെ ശുഷ്കാന്തി ഉള്ളവരായിരിക്കും, വളരെ സന്തോഷമുള്ളവരായിരിക്കും. എന്നാൽ പിന്നീട് തണുത്തു പോകും. ഈ തണുത്തു പോകുന്നവരുടെ ഇടയിലേക്ക് യേശുവിൻ്റെ ഹൃദയം പുറത്തു വെച്ച് കൊണ്ടുവരുന്നു. യേശുവിൻ്റെ ഹൃദയം പുറത്താണ്. 8, തീക്ഷ്ണതയുള്ളവർ അതിവേഗം പുണ്യത്തിൽ അഭിവൃദ്ധി പ്രാപിക്കും. പുണ്യത്തിൽ വളരുക, കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് സാക്ഷികളാവുക. 9, എൻ്റെ തിരുഹൃദയത്തിൻ്റെ പ്രതിമ പരസ്യമായി സ്ഥാപിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന എല്ലാ ഭവനങ്ങളെയും ഞാൻ ആശീർവദിക്കും. മാർഗരറ്റ് മേരി ഹലക്കോക്കിനോട് ഈശോ പറഞ്ഞത് അതല്ലേ, എൻ്റെ ചിത്രം വച്ച് വണങ്ങുന്ന എല്ലാ ഭവനങ്ങളെയും. നമ്മുടെ ആശ്രമങ്ങളിലും നമ്മുടെ സ്ഥലങ്ങളിലും ചെല്ലുക, എല്ലാ ഭവനങ്ങളിലും ഈശോയുടെ തിരുഹൃദയം വച്ചിരിക്കുകയാണ്. ഈശോയുടെ ഹൃദയം വച്ചിരിക്കുക. 10, ഏറ്റവും കഠിന ഹൃദയങ്ങളെ പോലും ഇളക്കുന്നതിനുള്ള അനുഗ്രഹം ഞാൻ വൈദികർക്ക് നൽകും. എത്ര കഠിന ഹൃദയരാണെങ്കിലും യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ അരികിലേക്ക് വന്ന് ഞാൻ പ്രാർത്ഥിച്ച് രക്ഷപ്പെട്ടുപോയ ഒത്തിരി കുടുംബങ്ങളുണ്ട്. പല കൊലപാതകങ്ങൾ കഴിഞ്ഞ ഒരു വ്യക്തി എനിക്കറിയാം. ആ വ്യക്തി തൻ്റെ തിന്മയിൽ നിന്നെല്ലാം മാറി യേശുവിൻ്റെ മകനായിട്ട് ജീവിക്കുന്നു. മക്കളില്ലാത്ത ഒരു മകൻ ഒരു കൊട്ടേഷൻ സംഘത്തിൻ്റെ അംഗമാണ്. ഒരു കുമ്പസാരമെല്ലാം കഴിഞ്ഞ് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് പോയപ്പോൾ അനുതപിച്ചു. അവൻ്റെ കുടുംബത്തിൽ ധാരാളമായി ഐശ്വര്യമുണ്ടായി, അവർക്ക് മക്കളെ ലഭിച്ചു. കഠിന ഹൃദയരെ പോലും മാറ്റുവാനുള്ള പ്രത്യേകമായ പരിശുദ്ധാത്മാവിൻ്റെ കഴിവും പ്രാപ്തിയും വൈദികർക്ക് നൽകിയിട്ടുണ്ട്. 11, ഈ ഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ പേരുകൾ ഒരിക്കലും മായ്ക്കപ്പെടാത്ത വിധം എൻ്റെ ഹൃദയത്തിൽ ഞാൻ മുദ്രണം ചെയ്യും. ഞാൻ ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ചാണ് പറയുന്നത്. SH സന്യാസ സഭ ഈശോയുടെ ഹൃദയത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ യേശുവിൻ്റെ ഹൃദയത്തിൽ മുദ്ര ചെയ്യപ്പെടുകയാണ്. പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നു, നിന്റെ പേര് എൻ്റെ ഉള്ളം കയ്യിൽ എഴുതിയിരിക്കുന്നു. ഇവിടെ യേശു പറയുകയാണ്, നിന്റെ പേര് എൻ്റെ ഹൃദയത്തിൽ, യേശുവിൻ്റെ ഹൃദയത്തിൽ എഴുതും. യേശുവിൻ്റെ ഹൃദയത്തെ സംബന്ധിച്ച് എസെക്കിയേലിന്റെ പുസ്തകത്തിൽ 36-ാം അധ്യായത്തിൽ പറയുന്ന ഒരു വചനമുണ്ട്. നിന്റെ ശിലാഹൃദയം എടുത്തു മാറ്റി 36-ാം അധ്യായത്തിൽ പറയുകയാണ്,
ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും. യേശുവിൻ്റെ ഹൃദയം ഓർക്കുക, വെള്ളമൊഴികെ നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും. ഒരു പുതിയ ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസളമായ ഹൃദയം നൽകും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ പ്രവേശിപ്പിക്കും. ഈശോയുടെ വാഗ്ദാനമാ, എൻ്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ നിന്റെ ഹൃദയത്തിൽ പ്രവേശിപ്പിക്കും, നിന്റെ വ്യക്തി ജീവിതത്തിൽ പ്രവേശിപ്പിക്കും. 12 നൽകുന്ന സന്ദേശം, 9 മാസത്തേക്ക് തുടർച്ചയായി ആദ്യ വെള്ളിയാഴ്ച തോറും ദീപികാരുണ്യം സ്വീകരിക്കുന്നവർക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ സർവശക്തമായ സ്നേഹവും മരണാവസരത്തിൽ അനുദപിക്കുവാനുള്ള അനുഗ്രഹവും ഞാൻ നൽകും. അന്ത്യകൂദാശകൾ സ്വീകരിക്കാതെയോ എൻ്റെ അതൃപ്തിക്ക് പാത്രമായോ അവർ മരിക്കുകയില്ല. അവസാന വിനാഴികയിൽ എൻ്റെ ഹൃദയം അവർക്ക് സുരക്ഷിതമായ അഭയസ്ഥാനമായിരിക്കും. ഏറ്റവും പ്രിയമുള്ളവരെ, ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ജൂൺ 7 പരിശുദ്ധ തിരുഹൃദയത്തിൻ്റെ പെരുന്നാളാണ്. ഞായറാഴ്ച സഭയിൽ ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച് സംസാരിക്കുകയും ഈശോയുടെ ഹൃദയം നൽകുന്ന അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും ചെയ്യും. ഈ വചനം കേട്ട നിങ്ങളെല്ലാവരും മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കണം. അവർക്കത് കൊടുക്കണം. മോശമായ ഒന്നും നിങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവെക്കരുത്. നല്ലത് മാത്രമേ നിങ്ങളുടെ മൊബൈലിലൂടെ പങ്കുവെച്ച് കൊടുക്കാവൂ. ഇത് പങ്കുവെച്ച് കൊടുക്കണം. ഈശോയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകും. ദീർഘമായ ഒരു പ്രസംഗമായിരുന്നു. ഈ ദീർഘമായ പ്രസംഗം കേൾക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, പരിശുദ്ധ അമ്മയിൽ നിന്നും അങ്ങ് സ്വീകരിച്ച ആ കൊച്ചു ഹൃദയം 33 വർഷക്കാലം ഈ ലോകത്തിൽ സ്നേഹം നൽകിക്കൊണ്ട്, കുരുടർക്ക് കാഴ്ച നൽകിക്കൊണ്ട്, തളർവാദ രോഗിയെ സൗഖ്യപ്പെടുത്തിക്കൊണ്ട്, കുഷ്ഠരോഗിയെ പോലെ വിളിച്ചപേക്ഷിച്ചവർക്ക്, യേശുവേ ഗുരുവേ ഞങ്ങളിൽ കനിയണമേ എന്ന് വിളിച്ചപേക്ഷിച്ചവർക്ക് സൗഖ്യം നൽകിക്കൊണ്ട്, കാനാൻകാരി അങ്ങയുടെ അരികിലേക്ക് വന്ന് കടന്നപേക്ഷിച്ചല്ലോ. സൺ ഓഫ് ഡേവിഡ്, ഹാവ് മെർസി ഓൺ മീ, മൈ ഡോട്ടർ ഈസ് ടോർമെന്റഡ് ബൈ ദ ഈവിൾ സ്പിരിറ്റ്. ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ. എൻ്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കും. അവളുടെ പ്രാർത്ഥന കേട്ട് മകൾക്ക് സൗഖ്യം കൊടുത്ത യേശുവേ, അങ്ങയുടെ കരുണയുള്ള ആ ഹൃദയം കുരിശിൽ മരിക്കുമ്പോൾ പടയാളികൾ ഒരുവൻ കുത്തി തുറക്കപ്പെട്ടല്ലോ. ആ അവസരത്തിൽ നിന്ന് അവിടെ നിന്നും ഒഴുകുന്ന ആ രക്തവും ജലവും ഞങ്ങളെ ആശ്വസിപ്പിക്കട്ടെ, ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കട്ടെ. ഈ വചനം കേട്ട എല്ലാ രോഗികളെയും, പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായ രോഗികളെ ആശീർവദിക്കണമേ. ഈ വചനം കേൾക്കുന്ന, ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് ക്യാൻസർ രോഗികളെ സമർപ്പിക്കുന്നു, കുഞ്ഞുമക്കളെ സമർപ്പിക്കുന്നു. ദൈവമേ, കുഞ്ഞിന്റെ ഹൃദയത്തിന് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് അബോർഷന് പോകുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ കർത്താവേ ഒരു പുതിയ ഹൃദയം ഞാൻ നൽകും എന്ന് പറയുന്നത് ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ച ആന്റണി ടോയെ ഞങ്ങൾ ഓർക്കുന്നു. ആ കൊച്ചു കുഞ്ഞ് ഇന്ന് വളർന്നു വലുതായല്ലോ. അവന്റെ അമ്മ അനുപമയെ സമർപ്പിക്കുന്നു. നാഥ, പ്രാർത്ഥനയിലാണല്ലോ ആ കുഞ്ഞ് രക്ഷപ്പെട്ടത്. ഇന്ന് അമേരിക്കയിലാണല്ലോ ആ കുഞ്ഞ്. ദൈവമേ, എത്രയോ വഴികൾ ആ കുഞ്ഞിന് വേണ്ടി തുറക്കപ്പെട്ടു. കൊച്ചു കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളെ സമർപ്പിക്കുന്നു. ഹാർട്ട് അറ്റാക്ക് ഉള്ള മക്കളെ ഞാൻ സമർപ്പിക്കുന്നു. ദൈവമേ, ഇവരെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഒരു നിമിഷം നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ കൂട്ടിപ്പിടിച്ച് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.